പൂക്കാലമെത്തുന്ന നേരമായ മഴ പൂമണമെന്നിൽ വിരിച്ചു പെയ്യും. വേനലായാൽ ഞാൻ കാത്തിരിക്കും മഴയെത്തി എന്നെ നനയ്ക്കുന്ന നാൾ. മഴ പറഞ്ഞിട്ടെനിക്കറിയാം നിന്നെയും എന്നെ തിരക്കുന്നതൊക്കെ. ഞാനറിയാതെ എൻ തീരത്ത് നിന്ന് നീ മിഴിവാകെ നിൽക്കുന്നതൊക്കെ. ഞാനറിയാനുണ്ട് നിന്നിലെ കൗതുകം, നിന്റെ പാദങ്ങൾ ചുംബിക്കവേ. എന്നിൽ ചുവപ്പ് ചാർത്തും നിന്റെ കണ്ണിന്റെ സന്ധ്യകൾ എത്രയോ കണ്ടു. നീലക്കിളികൾ ചേക്കേറും നിന്റെ മുടിയിഴകളിൽ മഴ തലോടുമ്പോൾ പറയാറുണ്ട് എന്നോടു നീ ചിരിക്കുന്നതും ചൂടുന്ന പൂവിന്റെ പേരും. മഴയായി ഞാൻ വരും നിന്നെ തലോടുവാൻ, മഴയായി ഞാൻ വരും നിന്നെ തലോടുവാൻ. മഴയായി വരും ഞാൻ നിന്നെ തലോടുവാൻ. ജിതിനാർ പണിക്കരുടെ മഴയായി തഴുകുന്ന വരികളുമായിട്ടാണ് ഇന്ന് MyFM 99.7 നമ്മളാം പൂക്കാലത്തിൻ്റെ ഈ ഒരു റീഡിംഗ് ടൈം ആരംഭിക്കുന്നത്. ഏറെ സ്നേഹത്തോടു കൂടി ഓരോ പ്രിയപ്പെട്ടവരെയും MyFM 99.7 സ്വാഗതം ചെയ്യുകയാണ് ജിതിനാർ പണിക്കരുടെ രചനകൾ ചർച്ച ചെയ്യുന്ന ഈ വേദിയിലേക്ക്. പാലക്കാട് സ്വദേശിയായ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലിയുള്ള ജിതിൻ തൻ്റെ ഗ്രാമീണതയും ഓർമ്മകളും ഗൃഹാതുരതയും ഒക്കെ പ്രണയത്തിലൂടെ വരികളിലൂടെ നമ്മളിലേക്ക് സമ്മാനിക്കുന്ന മികച്ചൊരു എഴുത്തുകാരനാണ്. 2021 MyFM 99.7 റീഡിംഗ് ടൈമിൽ അദ്ദേഹത്തിൻ്റെ രചനകൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. വീണ്ടും വലിയൊരു ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ രചനയുമായി ഒത്തുകൂടാനാവുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ഒറ്റയ്ക്ക് വന്നു കയറിയ മനുഷ്യനെ നീ സൂക്ഷിക്കണം, ഒരുപക്ഷെ അയാൾ സംസാരിക്കുക ഇതുവരെ നിങ്ങൾ കേൾക്കാത്ത സ്നേഹത്തിൻ്റെ ഭാഷയായിരിക്കാം. ഒറ്റയ്ക്ക് വന്നു കയറിയ മനുഷ്യനെ നീ സൂക്ഷിക്കണം, ഒരുപക്ഷെ അയാൾ സംസാരിക്കുക ഇതുവരെ നിങ്ങൾ കേൾക്കാത്ത സ്നേഹത്തിൻ്റെ ഭാഷയായിരിക്കാം. ഇതുവരെ കണ്ടിട്ടുകൂടിയില്ലാത്ത ആ മനുഷ്യൻ ചിലപ്പോൾ ഒരു കടങ്കഥ പോലെ നിങ്ങളെ വായിച്ചെടുത്തേക്കാം. ഓരോ രാത്രിയിലും അടച്ചുപൂട്ടിയ ജാലകത്തിനപ്പുറമുള്ള നിലാവിനെക്കുറിച്ച് അയാൾ വാചാലനാകും. അന്നുവരെയുള്ളിൽ കുമിഞ്ഞുകൂടിയ ഭീതിയുടെ നിഴലിനെയാൾ ആട്ടിയോടിക്കും. അയാളുടെ കണ്ണടയിലൂടെ ഇടയ്ക്ക് നിങ്ങൾ ഈ ലോകത്തെ നോക്കിക്കാണും. ഒരിക്കലും പൂവിടാത്ത മാഞ്ചോട്ടിലിരുന്ന് മാമ്പഴക്കാലത്തെക്കുറിച്ച് അയാൾ കവിത പാടും. അയാളുടെ ചുണ്ടുകൾ പ്രേമച്ചുന ചുരത്തുന്നതായി തോന്നും. അയാളുടെ ശബ്ദം കടലിരമ്പത്തെ ഓർമ്മപ്പെടുത്തും. അകലെ നിന്ന് ഓടിയെത്തി വിരലിൽ മുത്തിയ ശേഷം ആഴങ്ങളിലേക്ക് അയാൾ ഓടിയൊളിക്കും. ഇതുവരെ കണ്ടിട്ടില്ലാത്ത അയാളുടെ ചിത്രം നിങ്ങൾ മെല്ലെ വരയ്ക്കാൻ തുടങ്ങും. സൂക്ഷിച്ചില്ലെങ്കിൽ വഴുതി വീഴേക്കാവുന്ന നീർച്ചുഴികൾ കണ്ണിൽ ഒളിപ്പിച്ചവൻ, സദാ പുകയില മണക്കുന്ന വിരലുകൾ, നെഞ്ചിലൊരു കാടും ചുണ്ടിലൊരു ഞാവൽ ചവർപ്പും കാത്തു സൂക്ഷിക്കുന്നവൻ. മനുഷ്യ, നിങ്ങൾ എനിക്ക് ഇല്ലാണ്ടുപോയൊരു പച്ചത്തുരുത്താണ്. മനുഷ്യ, നിങ്ങൾ എനിക്കില്ലാണ്ടുപോയൊരു പച്ചത്തുരുത്താണ്. എനിക്കുമേൽ പെയ്യാനുള്ള മേഘത്തുണ്ടാണ്, കാറ്റാണ്, കടൽ ചുരുക്കാണ്. എത്ര കുളിർത്താലും വീണ്ടും നനയാൻ കൊതിക്കുന്ന മഴയാണ്. എഴുതാതെ പോയത് എഴുതി നിറയ്ക്കാൻ എൻ്റെ തൂലികയിലിറ്റുന്ന മഷിയാണ്. അതെ, ഒറ്റയ്ക്ക് വന്ന മനുഷ്യനെ നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം, ഉടയാതെ, ഉലയാതെ, ഉരുകാതെ. അങ്ങനെ അയാൾ നഷ്ടപ്പെട്ടു പോയേക്കുമെന്ന് തോന്നുന്ന നിമിഷത്തിൽ അയാൾക്ക് ചുറ്റും സ്നേഹത്തിൻ്റെ വലയെറിഞ്ഞേക്കണം. ഒരിക്കലും പിരിഞ്ഞു പോകാത്തവണ്ണം ജീവനിൽ കെട്ടിയിട്ടേക്കണം. അയാൾ നഷ്ടപ്പെട്ടു പോയേക്കുമെന്ന് തോന്നുന്ന നിമിഷത്തിൽ അയാൾക്ക് ചുറ്റും സ്നേഹത്തിൻ്റെ വലയെറിഞ്ഞേക്കണം. ഒരിക്കലും പിരിഞ്ഞു പോകാത്തവണ്ണം ജീവനിൽ കെട്ടിയിട്ടേക്കണമെന്നെഴുതിയാണ് ജിതിനാർ പണിക്കരുടെ ആ പ്രണയ കവിത അവസാനിക്കുന്നത്.
പ്രിയപ്പെട്ട സെലിൻ ജോൺസൺ, സെലിൻ ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട്. സെലിൻ ചേച്ചിയെ നിറഞ്ഞ സ്നേഹത്തോടു കൂടി MyFM 99.7 നമ്മളാം പൂക്കാലത്തിൻ്റെ ഈ റീഡിംഗ് ടൈമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഓരോ പ്രിയപ്പെട്ടവരോടും ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രിയപ്പെട്ട ജിതിനാർ പണിക്കർ വളരെ സജീവമായി തന്നെ എഴുത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു എഴുത്തുകാരനാണ്. നവമാധ്യമങ്ങളിലൂടെയൊക്കെ ഒട്ടനവധി സുഹൃത്തുക്കൾ അദ്ദേഹത്തിൻ്റെ രചനകളൊക്കെ പങ്കുവയ്ക്കാറുണ്ട്. നമ്മളൊക്കെ വായിച്ചിട്ടുള്ള എഴുത്തുകാരനാണ്. ഏറെ ആദരവോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ രചനകളും പങ്കുവയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ MyFM 99.7 ചെയ്തിട്ടുള്ളതുപോലെ ഏറെ സ്നേഹത്തോടെ ചേർന്ന് നിൽക്കുന്ന, നമുക്ക് നേരിട്ടറിയാവുന്ന പ്രിയപ്പെട്ട എഴുത്തുകാരെയാണ് നമ്മൾ ഓരോ തവണയും പരിചയപ്പെടുത്താറുള്ളത്. വലിയ വലിയ വൻ എഴുത്തുകാരുടെ പിന്നിലൊന്നും പോവാതെ സാധാരണക്കാരായിട്ടുള്ള നവമാധ്യമങ്ങളിലൂടെ നേരിട്ടറിയാവുന്ന എഴുത്തുകാരെ പരിചയപ്പെടുത്തുന്ന ഒരു വേദിയാണിത്. നിങ്ങൾക്കും നിങ്ങളുടെ രചനകളും വരികളും ഒക്കെ പങ്കുവയ്ക്കാവുന്ന ഒരു വേദിയാണിത്. തീർച്ചയായും വരും ദിവസങ്ങളിൽ ഒട്ടനവധി പ്രിയപ്പെട്ടവരുടെ രചനകളുമായി നിങ്ങളിലേക്ക് എത്തണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരുടെയും പിന്തുണയാണ് MyFMൻ്റെ ഇങ്ങനെയൊരു പരിപാടിയുടെ വിജയം തന്നെ. ജിതിനാർ പണിക്കർ പാലക്കാട് പള്ളിപ്പുറം സ്വദേശിയാണ്. നിറഞ്ഞ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെയുള്ള ഒരു യാത്രയാണ് MyFM ഇന്ന് ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തെ ഏറെ സ്നേഹിക്കുന്ന, MyFMനെ ഏറെ സ്നേഹിക്കുന്ന, കവിതകളെ ഏറെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ജയരാജ് ഏട്ടനുണ്ട്, ജയരാജ് വാപ്പാല. ജയരാജ് വാപ്പാല അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരിക്കൽ തനിക്ക് കവിതയെക്കുറിച്ച് പറയാനുള്ളത് ജിതിൻ എഴുതിയ ചെറുവരികൾ അദ്ദേഹത്തിൻ്റെതായ ശബ്ദത്തിൽ പങ്കുവയ്ക്കുകയുണ്ടായി. തീർച്ചയായും നമുക്കത് കേൾക്കാം. കവിത, എനിക്ക് കവിത. രചന ജിതിൻ ആർ പണിക്കർ. വായന ജയരാജ് വാപ്പാല. കുന്നോളം കഥ പറഞ്ഞു തന്നവളുടെ അനന്തമായ മൗനത്തിൻ്റെ ഉള്ളൊരുക്കത്തിലും ഒറ്റയല്ലെന്ന വാക്കിൻ്റെ നിലാവാണ് എനിക്ക് കവിത. കുന്നോളം കഥ പറഞ്ഞു തന്നവളുടെ അനന്തമായ മൗനത്തിൻ്റെ ഉള്ളൊരുക്കത്തിലും ഒറ്റയല്ലെന്ന വാക്കിൻ്റെ നിലാവാണ് എനിക്ക് കവിത. ഋതുക്കൾ മാറി മാറി ചുംബിച്ചിട്ടും പൂക്കാതെ കായ്ക്കാതെ പോയ എൻ്റെ മാത്രം ഒറ്റ മരത്തിൻ്റെ ചില്ലകൾ പട്ടുപോകുന്ന ഒറ്റപ്പെടലാണ് എനിക്ക് കവിത. ഋതുക്കൾ മാറി മാറി ചുംബിച്ചിട്ടും പൂക്കാതെ കായ്ക്കാതെ പോയ എൻ്റെ മാത്രം ഒറ്റ മരത്തിൻ്റെ ചില്ലകൾ പട്ടുപോകുന്ന ഒറ്റപ്പെടലാണ് എനിക്ക് കവിത. പോയ വഴികളിൽ ചിതറിക്കിടക്കുന്നു ചിരികൾ. എല്ലാ ചിരികളും ഇരുണ്ടുകൂടി ഒടുക്കം കണ്ണു നനയ്ക്കുമെന്ന തിരിച്ചറിവാണ് എനിക്ക് കവിത. പോയ വഴികളിൽ ചിതറിക്കിടക്കുന്നു ചിരികൾ. എല്ലാ ചിരികളും ഇരുണ്ടുകൂടി ഒടുക്കം കണ്ണു നനയ്ക്കുമെന്ന തിരിച്ചറിവാണ് എനിക്ക് കവിത. എൻ്റേതല്ലാത്ത വാക്കുകളുടെ സമരമുഖത്ത് പ്രതിരോധത്തിൻ്റെ നിഴലനക്കം പോലുമില്ലാതെ നേർത്തുനേർത്തൊടുങ്ങി നീറുന്ന നോവാണ് എനിക്ക് കവിത. എൻ്റേതല്ലാത്ത വാക്കുകളുടെ സമരമുഖത്ത് പ്രതിരോധത്തിൻ്റെ നിഴലനക്കം പോലുമില്ലാതെ നേർത്തുനേർത്ത് ഒടുങ്ങി നീറുന്ന നോവാണ് എനിക്ക് കവിത. എന്നെ തീണ്ടിയിട്ടില്ലാത്ത 100 വേദനകളുടെ നിലവിളികൾക്കിടയ്ക്ക് എത്ര നൊന്താലും പഠിക്കില്ലെന്ന പിടിവാശിക്കാരിയുടെ ചുവന്ന മുഖമാണ് എനിക്ക് കവിത. എന്നെ തീണ്ടിയിട്ടില്ലാത്ത 100 വേദനകളുടെ നിലവിളികൾക്കിടയ്ക്ക് എത്ര നൊന്താലും പഠിക്കില്ലെന്ന പിടിവാശിക്കാരിയുടെ ചുവന്ന മുഖമാണ് എനിക്ക് കവിത. രചന ജിതിൻ ആർ പണിക്കർ. ജിതിൻ്റെ കവിത പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായ ജയരാജ് വാപ്പാലയുടെ ശബ്ദത്തിലാണ് കേട്ടത്. കവിതയെ ഇത്രത്തോളം സ്നേഹിക്കുന്ന, തൻ്റെ നാടിനെയും തൻ്റെ ഓർമ്മകളെയുമൊക്കെ ഇത്രത്തോളം നെഞ്ചിലേറ്റുന്ന, മികച്ച പ്രണയ കവിതകൾ എഴുതുന്ന പ്രിയപ്പെട്ട ജിതിനാർ പണിക്കരുടെ രചനകളുമായി ഒരിക്കൽ കൂടി ഇവിടെ ഒത്തുകൂടാനായതിൽ ഏറെ സന്തോഷമുണ്ട്. ഒരിക്കൽ ജിതിൻ ഇങ്ങനെ എഴുതി. പ്രിയപ്പെട്ട സെയ്ദലവി ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. സലൂജ എസ് കേട്ടുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട സലൂജയും സ്വാഗതം ചെയ്യുകയാണ്. ഒരിക്കൽ ജിതിൻ ഇങ്ങനെ എഴുതി. അതെ,
അയാൾ എൻ്റെ കവിതകൾ വായിച്ചിരുന്നില്ല. എങ്കിലും ഞാൻ എഴുതിയ കവിതകളിൽ നിറയെ അയാളായിരുന്നു. അയാൾ എനിക്കൊപ്പം കടലു കാണാൻ വന്നിരുന്നില്ല. എങ്കിലും അയാളോളം ഒരു കടലും എന്നെ വിസ്മയിപ്പിച്ചിട്ടില്ല. പ്രണയമെന്ന് ഞാൻ പറയുമ്പോഴൊക്കെ അയാൾ എൻ്റെ മുറിവുകളെ ചൂണ്ടിക്കാട്ടി. എൻ്റെ കാട്ടിലെ ഇണക്കുരുവികളെല്ലാം അയാൾ എന്ന ഒറ്റ മരത്തിലേക്ക് ചേക്കേറി. ഞാൻ ഉരുകുമ്പോഴെല്ലാം അയാൾ എനിക്ക് തണൽ നീട്ടി. എല്ലാ മഴയിലും അയാൾ എന്നെ നനയാതെ കാത്തു. മഴ കഴിഞ്ഞപ്പോൾ കുടയിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. ഓരോ മഴയ്ക്കും ഒരു കുട കരുതിയേക്കണേ എന്ന് ഓർമ്മപ്പെടുത്തി ആരുടെ സ്നേഹത്തിലും അടിമയാകേണ്ടതില്ലെന്ന് പഠിപ്പിച്ചു. കാണാതിരിക്കുമ്പോഴും ഓർമ്മിക്കണേ എന്നും മിണ്ടാതെ പോകേണ്ടി വന്നാൽ പരിഭവിക്കല്ലേ എന്നും പറഞ്ഞു. കാണാതിരിക്കുമ്പോഴും ഓർമ്മിക്കണേ എന്നും മിണ്ടാതെ പോകേണ്ടി വന്നാൽ പരിഭവിക്കല്ലേ എന്നും പറഞ്ഞു. ഒരിക്കൽ ഓർമ്മകളുടെ ഒറ്റത്തിരത്തിൽ നിന്ന് അയാൾ വണ്ടിയിറങ്ങി. തിരിച്ചു വരുമെന്ന് പറഞ്ഞില്ല, തിരിഞ്ഞു വരുമെന്ന് ഉറപ്പും തന്നില്ല. എങ്കിലും ഓരോ മനുഷ്യനെയും കാണുമ്പോഴും ഞാൻ അയാളെ തിരക്കും. കാത്തിരിക്കാൻ ഒരു മനുഷ്യനെങ്കിലും ഇല്ലെങ്കിൽ കാത്തുവെച്ചതൊക്കെ കവിതയായി മാത്രം പോയെങ്കിലോ? കാത്തിരിക്കാൻ ഒരു മനുഷ്യനെങ്കിലും ഇല്ലെങ്കിൽ കാത്തുവെച്ചതൊക്കെ കവിതയായി മാത്രം പോയെങ്കിലോ എന്നെഴുതിയാണ് ജിതിൻ്റെ ആ വരികൾ അവസാനിക്കുന്നത്. നീലായ്മയിൽ കുവിഞ്ഞുകൂടുന്ന വാക്കുകളുടെ വിലാപമെന്നൊരിക്കൽ കവിതയെക്കുറിച്ച് അദ്ദേഹം എഴുതി. ഹൃദയത്തിൽ സ്പർശിക്കുന്ന തൻ്റെ ഓരോ ഓർമ്മകളെയും സ്നേഹമില്ലെന്നുറപ്പായാൽ, പരിഗണനയില്ലെന്ന് ബോധ്യമായാൽ കൂടുതൽ മാനസികവും ശാരീരികവുമായി പരിക്കേൽക്കാതെ ഇറങ്ങിപ്പോകാനുള്ള ധൈര്യം കാണിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്ന വരികളാണ് ജിതനാർ പണിക്കരുടെ ഓരോ രചനകളും. അദ്ദേഹത്തോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് വയ്ക്കാവുന്ന പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരനാണ് എം ബഷീർ. എം ബഷീറിൻ്റെ രചനകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഏറ്റവും അപകടകാരിയായ സംഖ്യയാണ് 1 എന്ന തലക്കെട്ട്. ആ ഒരു രചന എന്നെ വല്ലാതെ സ്പർശിച്ചിട്ടുണ്ട്. ജിതിനുമായി ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ ഒന്നിനെക്കുറിച്ച് ഇങ്ങനെ പറയാം: ഒന്നിൻ്റെ ഉള്ളിൽ ഒന്നല്ലാതെ വേറൊന്നുമില്ല, മറ്റൊന്നിൻ്റെയും തുടർച്ചയുമല്ല, വേറൊന്നിൻ്റെയും ഒടുക്കവുമല്ല ഒന്ന്. ഒന്നിൽ തുടങ്ങി ഒന്നിൽ തന്നെ അവസാനിക്കുക എന്നതാണ് ഒന്നിൻ്റെ പ്രത്യയശാസ്ത്രം. ഒരു വശത്തു മാത്രം പോകാവുന്ന റോഡ് പോലെയാണ് ഒന്ന്. ഒറ്റയില മരം പോലെയാണത്. പ്രണയത്തിലോ രതിയിലോ ഒന്നിന് ഒറ്റയ്ക്ക് നിൽക്കുക സാധ്യമല്ല. കയറാൻ ഒന്നിലേറെയും ഇറങ്ങാൻ ഒറ്റ വാതിലുമുള്ള വീടാണ് പ്രണയമെന്നാണല്ലോ പഴമൊഴി. ഒറ്റച്ചിറകു കൊണ്ടൊരു പക്ഷിക്കും പാറാൻ കഴിയില്ലല്ലോ. ഒറ്റത്തിര കൊണ്ടൊരു കടലോ ഒറ്റ മരം കൊണ്ടൊരു കാടോ ഉണ്ടാവില്ല. ഒറ്റ മുറിവുള്ള ഹൃദയത്തെയാണ് ഹൃദയശൂന്യത എന്ന് വിശേഷിപ്പിക്കാറുള്ളത്. ഒരു ഹൃദയമായാൽ ഒന്നിലേറെ മുറിവുകൾ വേണമെന്നാണല്ലോ നാട്ടുനടുപ്പ്. ഒറ്റ കണ്ണുകൊണ്ട് ലോകം കാണാൻ ഒറ്റക്കാലുകൊണ്ട് ഭൂമിയെ നടന്നു തീർക്കാം. എന്നാൽ ഒറ്റ വാക്കുകൊണ്ടൊരു കവിതയും നമുക്ക് എഴുതി തീർക്കാനാവില്ല. ഹിറ്റ്ലറും മുസോളിനിയും ഒന്നിനെ പൂജിച്ചവരായിരുന്നു. ഗാന്ധിജിയും ബുദ്ധനും മാർക്സും ഒന്നിനെ ഓടിച്ചവരും. ഒറ്റയുണ്ടയുള്ളൊരു തോക്ക് പോലെയാണല്ലോ ജീവിതം. ഒരിക്കലേ പൊട്ടു, കൊണ്ടാൽ കൊണ്ടു, ഒത്താൽ ഒത്തു എന്നെഴുതിയാണ് എം ബഷീറിൻ്റെ ആ രചന അവസാനിക്കുന്നത്. തീർച്ചയായും നമ്മെ സ്നേഹം കൊണ്ട് ചേർത്ത് നിർക്കുന്ന അത്തരം ഒട്ടനവധി രചനകളുടെ സമാഹാരം തന്നെയാണ് ജിതിൻ്റെ ഫേസ്ബുക്കിലെ പ്രൊഫൈല് പോലും. ഒരിക്കൽ ജിതിൻ ഇങ്ങനെ എഴുതി: ഒരിക്കൽ പറയണമെന്നുണ്ടായിരുന്നു അവളെക്കുറിച്ച് നിന്നോടും നിന്നെക്കുറിച്ച് അവളോടും. ഒതുക്കമില്ലാത്ത എൻ്റെ ജീവനിൽ ഒതുങ്ങി നിന്ന 2 പെണ്ണുടൽ. ഒരിക്കൽ എഴുതണമെന്നുണ്ടായിരുന്നു കിനാവു മാത്രം കണ്ടുറങ്ങിയ അവളെക്കുറിച്ചും എന്നിൽ മാത്രം വിലയം കൊണ്ട നിന്നെക്കുറിച്ചും. ഒരിക്കൽ നനയണമെന്നുണ്ടായിരുന്നു അവൾ പറഞ്ഞു കൊതിപ്പിച്ച വർഷത്തിലും നീ നിറഞ്ഞു പെയ്ത സന്ധ്യയിലും. ഒരിക്കൽ വരണമെന്നുണ്ടായിരുന്നു അവൾ വിധാനിച്ച കിനാവിൻ്റെ ശവപ്പറമ്പിലും നീ പറഞ്ഞു മാത്രം കേട്ട നിന്റെ വീട്ടിലും. ഒരിക്കൽ ഞാനൊരു മീനായി അവളുടെ വലയിൽ വീണ് പിടയും.
മറ്റൊരിക്കൽ ചിറകറ്റ ശലഭമായി നിന്റെ മണ്ണിൽ വീണടിയും. ഒരിക്കൽ ഞാനൊരു മീനായി അവളുടെ വലയിൽ വീണ് പിടയും, മറ്റൊരിക്കൽ ചിറകറ്റ ശലഭമായി നിന്റെ മണ്ണിൽ വീണടയുമെന്നെഴുതിയാണ് ജിതിൻ്റെ ആ പ്രണയ കവിത അവസാനിക്കുന്നത്. ദിസ് ഇസ് മൈ FM 99.7 നമ്മളാം പൂക്കാലം, അറിവിൻ്റെയും വിനോദത്തിൻ്റെയും പൂക്കാലവുമായി ഒരു കിടിലൻ ആംഗേഴ്സ് ബ്രോഡ്കാസ്റ്റ്. അതെ, ഇതൊരു കിടിലൻ മല്ലു വൈറൽ FM മൈ FM 99.7 നമ്മളാം പൂക്കാലം. നമ്മളാം പൂക്കാലത്തിൻ്റെ ഫേസ്ബുക്ക് ലൈവിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജിതിനാർ പണിക്കരുടെ രചനകളുമായിട്ടുള്ള റീഡിംഗ് ടൈമാണ്. റീഡിംഗ് ടൈമിൻ്റെ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പങ്കുവച്ചത് രേവതി സുരേഷ് അരൂരിൻ്റെ രചനകളായിരുന്നു. തീർച്ചയായും രേവതിയുടെ മനോഹരമായ ശബ്ദത്തിൽ നമുക്ക് ജിതിൻ്റെ ഒരു രചന കേൾക്കാം. പ്രിയപ്പെട്ട ബിജു അബ്ദുൽ അസീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. തീർച്ചയായും ബിജു അബ്ദുൽ അസീസിനെയും സെയ്തലവിയെയും ജോയ് സാറിനെയും ഒക്കെ നിറഞ്ഞ സ്നേഹത്തോടെ മികച്ചൊരു പുല്ലാങ്കുഴൽ കലാകാരനായിട്ടുള്ള ജോയ് സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. മൈ FMൻ്റെ ലൈവിൽ അദ്ദേഹം നേരിട്ട് ലൈവ് അവതരിപ്പിച്ചിട്ടുള്ള ആളാണ്. പ്രിയപ്പെട്ട ജോയ് സാറിനെയും നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് രേവതിയുടെ ശബ്ദത്തിൽ ജിതിനാർ പണിക്കരുടെ ഒരു രചന കേൾക്കാം. ഒരിക്കൽ കൂടി നീ എന്റെ വസന്തമാകൂ, ഉണങ്ങിയ ചില്ലയിൽ പടർന്ന് എന്നെ ഉന്മാദിയാക്കൂ. ഒരിക്കൽ കൂടി നീ എന്റെ ശ്വാസമാകൂ, നിനക്കായി പാട്ടൊരുക്കാൻ ഒരു മുളം തണ്ടിന്റെ നെഞ്ചിൽ കാത്തിരിക്കുന്നു. ഒരിക്കൽ കൂടി നീ എന്റെ പ്രണയമാകൂ, വരയിടറാത്തൊരു കവിതയിലേക്ക് എന്നെ എടുത്തു വയ്ക്കൂ. ഒരിക്കൽ കൂടി നീ എന്റെ വർഷമാകൂ, നിന്നിലാകെ നനഞ്ഞു കുതിരട്ടെ ഞാൻ. ഒരിക്കൽ കൂടി നീ എന്റെ മിഴികളാകൂ, നിന്നിലൂടെ എന്നെ ഒന്ന് കണ്ടോട്ടെ ഞാൻ. ഒരിക്കൽ കൂടി മാത്രം നീ എന്റെ ആകൂ, നിന്റെ സ്പർശത്താൽ ഒരുകുന്ന മഞ്ഞാവട്ടെ ഞാൻ. രചന. തീർച്ചയായും തൻ്റെ പ്രണയരചനകളിലൂടെ, പ്രണയാതുരമായ വരികളിലൂടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒട്ടനവധി പ്രിയപ്പെട്ടവരുടെ ഹൃദയം കീഴടക്കി മുന്നേറുന്ന പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരനാണ്. ജിതിനാർ പണിക്കരുടെ രചനകളുമായി ഒത്തുകൂടുമ്പോൾ എനിക്കേറെ സന്തോഷമാണ്. അദ്ദേഹം ഗ്രാമത്തെക്കുറിച്ച് നമുക്ക് ഗൃഹാതുരത്വമുണർത്തുന്ന കുന്നിമണിയും മയിൽപീലിയും ഒക്കെ വളരെ വർണ്ണാഭമായി അദ്ദേഹം പങ്കുവയ്ക്കാറുണ്ട്. കുന്നിമണിയെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ എഴുതി: കുന്നിമണി നിനക്ക് എൻ്റെ വഴികളിൽ ഒരിടത്തും നീ എനിക്കായി നിന്നില്ലൊരിക്കലും, എൻ്റെ വഴികളിൽ ഒരിക്കലും നീ എനിക്കായി നിന്നില്ലൊരിക്കലും. വെച്ചു നീട്ടിയ പൂച്ചെണ്ടിലോ പ്രിയപ്പെട്ടവരുടെ മുടിത്തുമ്പിലോ നീ ഉണ്ടായിരുന്നില്ല. അത്രമേൽ പരിചിതമില്ലാതിരുന്നിട്ടും എൻ്റെ ജീവനിൽ ഇത്രമേൽ പടർന്നതെന്തിനെൻ്റെ കുന്നിമണി നീ എന്ന ചോദ്യത്തോടു കൂടിയാണ് ആ രചന അവസാനിക്കുന്നത്. ഏറെ സന്തോഷമാണ് അദ്ദേഹത്തിൻ്റെ ഓരോ രചനകളും പങ്കുവയ്ക്കാനാവുന്നതിലുള്ള സ്നേഹമറിയിക്കുകയാണ്, സന്തോഷമറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ സാഹിത്യത്തിലെ ഫാസിസത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ട സലീം പങ്കുവച്ച ചില വാക്കുകൾ. സാഹിത്യത്തിലെ ഫാസിസം, ആരാണ് കവിതയിലെ അധിപന്മാർ? കേരളത്തിൻ്റെ സാംസ്കാരിക മേഖലയിൽ, പ്രത്യേകിച്ച് കവിതയുടെ ലോകത്ത് ചില പ്രത്യേക വ്യക്തികളുടെ അമിതമായ സ്വാധീനം പുതിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഈ പ്രതിസന്ധികൾക്കിടയിലും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന രചനകളുമായി സാഹിത്യവേദികളെയും പൊതുസ്ഥാപനങ്ങളെയും ഒക്കെ വളരെ സ്നേഹപൂർവ്വം ചേർന്ന് നിൽക്കുന്ന, സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന എഴുത്തുകാരെ പിന്തുണയ്ക്കുന്ന ഒരു കൂട്ടായ്മ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ആശംസകൾ അദ്ദേഹം നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ഒരുപാട് സ്നേഹമാണ്, സന്തോഷമാണ് ഓരോ പ്രിയപ്പെട്ടവരോടും അറിയിക്കുകയാണ്. മൈ FM 99.7 നമ്മളാം പൂക്കാലം ഇന്ന് ചർച്ച ചെയ്യുന്നത് ജിതിനാർ പണിക്കരുടെ രചനകളാണ്. ജിതിനൊരിക്കൽ ഇങ്ങനെ എഴുതി: തിരിച്ചു കിട്ടിയ മനുഷ്യരെല്ലാം കടൽക്കാറ്റുപോലെയാണ്. തിരിച്ചു കിട്ടിയ മനുഷ്യരെല്ലാം കടൽക്കാറ്റുപോലെയാണ്. ഓരോ തവണ വീശുമ്പോഴും ചുണ്ടിൽ ഉപ്പു രുചിക്കും. തിരിച്ചു കിട്ടിയ മനുഷ്യരെല്ലാം കടൽക്കാറ്റുപോലെയാണ്. ഓരോ തവണ വീശുമ്പോഴും ചുണ്ടിൽ ഉപ്പു രുചിക്കും. മുറിവാഴങ്ങളിൽ നീറ്റൽ കൊള്ളും, ഉള്ളിൽ പരിഭവത്തിൻ്റെ എണ്ണവിളക്കുകൾ ഊതിക്കെടുത്തും. ഉൾക്കടലിൽ ഒറ്റപ്പെട്ട കപ്പലിൻ്റെ പാമരത്തിൽ വന്നു തട്ടി കണ്ണെത്താ ദൂരത്തൊരു തീരമുണ്ടെന്ന് ഓർമ്മപ്പെടുത്തും. ആഴങ്ങളിലേക്ക് എറിഞ്ഞുകളഞ്ഞ മനുഷ്യൻ ചിലപ്പോൾ തിരമാല പോലെ തിരിച്ചു വന്നേക്കാം. ആഴങ്ങളിലേക്ക് എറിഞ്ഞുകളഞ്ഞ മനുഷ്യൻ ചിലപ്പോൾ തിരമാല പോലെ തിരിച്ചു വന്നേക്കാം. അയാളുടെ സാമീപ്യം എപ്പോഴും കടൽച്ചൊരുക്കിനെ ഓർമ്മപ്പെടുത്തിയേക്കാം. എങ്കിലും ഉലഞ്ഞു പോകുമെന്നുറപ്പുണ്ടായിട്ടും വീണ്ടും നിങ്ങൾ അയാളിലേക്ക് തോണിയിറക്കും. അയാളുടെ സാമീപ്യം എപ്പോഴും കടൽച്ചൊരുക്കിനെ ഓർമ്മപ്പെടുത്തിയേക്കാം. എങ്കിലും ഉലഞ്ഞു പോകുമെന്നുറപ്പുണ്ടെങ്കിലും വീണ്ടും നിങ്ങൾ അയാളിലേക്ക് തോണിയിറക്കുമെന്ന് എഴുതിയാണ് ജിതിനാർ പണിക്കരുടെ ആ രചന അവസാനിക്കുന്നത്.
ആശംസകൾ ജിതിനെ അറിയിച്ചുകൊണ്ട് പരിപാടി അവതരിപ്പിക്കുന്ന എന്നെയും ആശംസകൾ അറിയിച്ചുകൊണ്ട് രേവതി സുരേഷ് അരൂർ ഇവിടെ എത്തിയിട്ടുണ്ട്. നിറഞ്ഞ സ്നേഹത്തോടു കൂടി രേവതി സുരേഷ് അരൂരിനെയും MyFM 99.7 നമ്മളാം പൂക്കാലം ഈ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ് രേവതി. രേവതിയുടെ ശബ്ദത്തിൽ നമ്മൾ അല്പം മുമ്പ് ഒരു രചന കേട്ടിരുന്നു. തീർച്ചയായും രേവതിയുടെ സാന്നിധ്യത്തിൽ തന്നെ രേവതിയുടെ മറ്റൊരു രചന കൂടി നമുക്ക് കേൾക്കാമെന്ന് തോന്നുന്നു. തീർച്ചയായും ജിതിനാർ പണിക്കരുടെ മറ്റൊരു രചന രേവതിയുടെ ശബ്ദത്തിൽ കേൾക്കാം. അവനെ നിങ്ങൾക്കറിയുമോ? പെരുമഴയത്ത് കടല് കാണാൻ പോകുന്നൊരുത്തന്, മഞ്ഞുപാളികൾക്കിടയിലൂടെ കാട് കയറുന്നവനെ, ഇതുവരെ കണ്ടുമുട്ടാത്ത മനുഷ്യരെ ഒരു ക്യാൻവാസിൽ വരച്ചു കാട്ടുന്നവനെ, തൊട്ടു തീണ്ടാത്ത വസന്തത്തെക്കുറിച്ച് കവിത എഴുതുന്നവന്, നിന്റെ സങ്കടങ്ങളുടെ ഒരു മഹാസമുദ്രത്തിലേക്ക് തോണിയിറക്കി ഇനിയും അകലെ ഒരു തീരമുണ്ടെന്ന് ഓർമ്മിപ്പിച്ചവനെ, നീ എൻ്റെ എല്ലാമാണെന്ന് ചേർത്ത് പിടിക്കുമ്പോഴും എനിക്ക് നിന്റെ ആരുമാവേണ്ടെന്ന് പറഞ്ഞ് ഒരു ജാലകത്തിനപ്പുറമിരുന്ന് നിങ്ങളെ കേട്ടവന്, ഒന്നിച്ചൊരു യാത്രയെക്കുറിച്ച് കഥ പറഞ്ഞിട്ട് ഒടുക്കം ഓർമ്മകളുടെ വിത്ത് മനസ്സിലെറിഞ്ഞിട്ട് ഒറ്റയ്ക്കൊരു ചുരമിറങ്ങിപ്പോയവന്. തീർച്ചയായും നമ്മെ സ്പർശിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ട രചനകൾ പങ്കുവച്ചിട്ടുള്ള എഴുത്തുകാരനാണ് പ്രിയപ്പെട്ട ജിതിനാർ പണിക്കർ. അദ്ദേഹത്തിൻ്റെ രചനകൾ, അദ്ദേഹത്തിൻ്റെ പ്രണയാതുരമായ വരികൾ, അദ്ദേഹത്തിൻ്റെ ചിന്തകളൊക്കെ പങ്കുവയ്ക്കാനാവുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ഇവിടെ ഒട്ടനവധി പ്രിയപ്പെട്ടവർ എത്തിക്കൊണ്ടിരിക്കുന്നു. സലൂജ ഇവിടെ എത്തി സ്നേഹം അറിയിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സലൂജ എസിനെയും നിറഞ്ഞ സ്നേഹത്തോടു കൂടി MyFM 99.7 നമ്മളാം പൂക്കാലം ഈ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മറ്റൊരു രചനയിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നു: ഉമ്മറത്തെ ഒരു വഴിക്കണ്ണുകൂടി എനിക്ക് നഷ്ടമായി. ഇത് അദ്ദേഹത്തിൻ്റെ ചിറ്റയുടെ മരണത്തിന് എഴുതിയ കുറിപ്പാണ്. ഒരു സോഷ്യൽ മീഡിയ കുറിപ്പിൽ അദ്ദേഹത്തിൻ്റെ ചിറ്റയുടെ മരണത്തിന് അദ്ദേഹം ഇങ്ങനെ എഴുതി: ഉമ്മറത്തെ ഒരു വഴിക്കണ്ണുകൂടി എനിക്ക് നഷ്ടമായി പ്രിയപ്പെട്ട ചിറ്റെ. കൂടുതലൊന്നും എഴുതാൻ വാക്കുകളില്ല. മരണത്തിനപ്പുറം മറ്റൊരു ലോകമുണ്ടെങ്കിൽ അവിടെ വെച്ച് കാണുക തന്നെ ചെയ്യും. കൊതിയോടെ കാത്തിരിക്കട്ടെ ഓണക്കാലമാവാൻ, വീട്ടിലേക്ക് ഓടിയെത്താൻ, ആ കൈകൊണ്ട് വിളമ്പിത്തന്ന സ്നേഹം, തിരിച്ചു കിട്ടാത്ത ആ രുചിക്കൂട്ട്. കാലം അവിരാമം കടന്നെത്തി, ദേഹവും കവർന്ന് കടന്നു പോകുമ്പോഴും തപിച്ചു കണ്ണീരിനാൽ തകർന്ന ഞാൻ ഇടനെഞ്ചിൽ ഓർമ്മകൾ ചേർത്തു പിടിക്കുന്നു എന്നാണ് തൻ്റെ ചിറ്റയുടെ മരണസമയത്ത് പ്രിയപ്പെട്ട ജിതിനാർ പണിക്കർ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റായി പങ്കുവച്ചത്. അഷറഫ് കല്ലോട് എന്ന പ്രിയപ്പെട്ട എഴുത്തുകാരനെ കുറിച്ച് നിങ്ങൾക്കറിയാം. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നിറഞ്ഞ സ്നേഹത്തോടെ പ്രിയപ്പെട്ട അഷറഫ് കല്ലോടിനെയും സ്വാഗതം ചെയ്യുകയാണ്. ഏറ്റവും പുതിയ വിരൽ മാസികയുടെ 2025 ഓണപ്പതിപ്പിൽ പ്രിയപ്പെട്ട അഷറഫ് കല്ലോടിൻ്റെ രചനകളുണ്ട്. അഷറഫ് കല്ലോടും നമ്മൾ പങ്കുവച്ചിട്ടുള്ള എഴുത്തുകാരനാണ്. അദ്ദേഹം ചരിത്രത്തെക്കുറിച്ച് അദ്ദേഹം ചെറുവരികളായി എഴുതുന്നു: കലഹിച്ചതൊക്കെയും വാക്കുകൾ തമ്മിലാണ്, മൗനങ്ങൾ തമ്മിലല്ല, ആയതിനാൽ ഞാനും മൗനിയായി എന്നാണ്. സൗഹൃദത്തെക്കുറിച്ച് തുറന്നു പറയുമ്പോൾ തീർന്നു പോകുന്ന സൗഹൃദങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് വിരൽ മാസികയുടെ ഓണപ്പതിപ്പിലെ അദ്ദേഹത്തിൻ്റെ വരികളുള്ളത്. പ്രിയപ്പെട്ട അഷറഫ് കല്ലോടിനെയും ഒരുപാട് സ്നേഹത്തോടു കൂടി അധ്യാപകനായ, മലയാളത്തിലും ഇംഗ്ലീഷിലുമൊക്കെ വളരെ സജീവമായി എഴുതാറുള്ള അദ്ദേഹത്തിൻ്റെ രചനകളൊക്കെ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കുവയ്ക്കാനായിരുന്നു. ഏറെ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം ഇവിടെ ഒരു രചന പ്രിയപ്പെട്ട ജിതിനാർ പണിക്കരുടേതായി പങ്കുവയ്ക്കുന്നുണ്ട്. തീർച്ചയായും നമുക്ക് ആ രചന വായിക്കാം. ഏറെ സ്നേഹത്തോടു കൂടി നീ പറയാത്തത് എന്ന തലക്കെട്ടോടു കൂടി പ്രിയപ്പെട്ട ജിതിനാർ പണിക്കർ എഴുതിയ ഒരു രചനയാണ് അഷറഫ് കല്ലോട് നമുക്കായി പങ്കുവയ്ക്കുന്നത്. ആ രചനയിൽ ഇങ്ങനെ പറയുന്നു: നീ എന്നോട് പറഞ്ഞിരുന്നില്ല വസന്തത്തിനു പിന്നിലെ അറുതികളെക്കുറിച്ച്, നീ എന്നോട് പറഞ്ഞിരുന്നില്ല വസന്തത്തിനു പിന്നിലെ അറുതികളെക്കുറിച്ച്, ചുംബനങ്ങൾക്കു പിന്നിലെ ഉള്ളൊരുക്കങ്ങളെക്കുറിച്ച്, നേർത്തില്ലാണ്ടായി പോകുന്ന വാക്കുകളുടെ ഇന്ദ്രജാലത്തെക്കുറിച്ച്, എല്ലാ കിനാക്കളിലും നിന്നെ വരച്ചു ചേർത്ത എൻ്റെ മാത്രം വ്യാമോഹത്തെക്കുറിച്ച്, യാഥാർത്ഥ്യത്തിൻ്റെ ഭൂപടങ്ങൾ താണ്ടാൻ കെൽപ്പുള്ള നിന്റെ ചങ്കുറപ്പിനെക്കുറിച്ച്. എന്നിട്ടും വെറുതെ പോലും നീ പറഞ്ഞില്ലല്ലോ, നിന്നെ കാത്ത് കുഴഞ്ഞുപോയ എൻ്റെ കണ്ണുകളിൽ അടർത്തി ചുംബിക്കാൻ ഒരിക്കൽ നീ എത്തുമെന്ന്. എന്നിട്ടും നീ വെറുതെ പോലും പറഞ്ഞില്ലല്ലോ, നിന്നെ കാത്തുകുഴഞ്ഞുപോയ എൻ്റെ കണ്ണുകളിൽ അമർത്തി ചുംബിക്കാൻ ഒരിക്കൽ നീ എത്തുമെന്ന്. ആശകളുടെ മുനയൊടിയുന്നൊരു കാലത്ത് നോവിക്കാതെ എന്നെ ഒരിക്കൽ കൂടി സ്നേഹിക്കുമെന്ന്.
ആശകളുടെ മുനയൊടിയുന്നൊരു കാലത്ത് നോവിക്കാതെ എന്നെ ഒരിക്കൽ കൂടി സ്നേഹിക്കുമെന്നെഴുതിയാണ് ജിതിൻ്റെ ആ രചന അവസാനിക്കുന്നത്. പങ്കുവച്ച പ്രിയപ്പെട്ട അഷറഫ് കല്ലോട് എന്ന എഴുത്തുകാരനോടുള്ള ഹൃദയം നിറഞ്ഞ സ്നേഹം അറിയിക്കുകയാണ്. അതോടൊപ്പം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ തൻ്റെ ജോലിയുടെ തിരക്കുകൾക്കിടയിലും രചനകളിലൂടെ നമുക്കിടയിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രിയപ്പെട്ട എഴുത്തുകാരനായിട്ടുള്ള ജിതിനാർ പണിക്കരുടെ രചനകളാണ് നമ്മളിവിടെ പങ്കുവയ്ക്കുന്നത്. രചനകളുമായി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടുമുള്ള ഹൃദയം നിറഞ്ഞ സ്നേഹം അറിയിക്കുകയാണ്. അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ എഴുതി: ഒറ്റപ്പെട്ട് കഴിയുമ്പോഴെല്ലാം കുത്തിയൊഴുകുന്ന ആറ്റുവരമ്പത്തെ ആൽമരം പോലെ ഞാൻ നിറഞ്ഞു നിൽക്കും. പവിഴമല്ലിത്തറയിലെ കരിഞ്ഞു തുടങ്ങിയ ദളങ്ങൾ ചുണ്ടോട് ചേർത്ത് എനിക്ക് നീ ഉണ്ടെന്ന് ഞാൻ വെറുതെ കള്ളം പറയും. ഒറ്റയ്ക്കായിപ്പോയ മരത്തിൻ്റെ തണലിൽ നിന്ന് കുരുത്തുവരുന്ന കുഞ്ഞിലകളെ നോക്കി ആനന്ദം നടിക്കും. ഇനിൽ തമ്മിൽ കാണില്ല എന്നറിഞ്ഞിട്ടും ഇനിയും ഒരു ജന്മം കൂടിയുണ്ടെന്ന് വീമ്പ് പറയും. ഒഴിഞ്ഞ മനസ്സിൽ ഒരു തരി സന്തോഷമില്ലെങ്കിലും ചുണ്ടിലൊരു പുഞ്ചിരി അണയാതെ കാക്കും. ഒറ്റപ്പെട്ടു കഴിയുമ്പോൾ മാത്രം ഞാൻ നിനക്ക് വേണ്ടി എഴുതും. ഒറ്റയ്ക്കാവുക എന്നാൽ ഒറ്റയായി പോവുക എന്നല്ല, ഓർമ്മകളാൽ സമ്പന്നമാവുക എന്നതാണ്. ഒറ്റയ്ക്കാവുക എന്നാൽ ഒറ്റയായി പോവുക എന്നല്ല, ഓർമ്മകളാൽ സമ്പന്നമായി പോവുക എന്നെഴുതിയാണ്. എത്ര മനോഹരമായ വരികളാണ്! ഏകാന്തതയെ, ഒറ്റപ്പെടലിനെയൊക്കെ എത്ര ഭംഗിയായിട്ടാണ് പ്രിയപ്പെട്ട ജിതിനാർ പണിക്കർ നമുക്കായി നിർവചിക്കുന്നത്. ഏറെ സ്നേഹത്തോടു കൂടി ഓരോ പ്രിയപ്പെട്ടവരെയും MyFM 99.7 നമ്മളാം പൂക്കാലത്തിൻ്റെ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ മറ്റൊരു രചന പങ്കുവയ്ക്കുന്നുണ്ട്. പ്രിയപ്പെട്ട രേവതി സുരേഷ് അരൂർ ജിതിനാർ പണിക്കരുടെ രചനയാണ് പങ്കുവയ്ക്കുന്നത്. അതെ, അയാൾ എൻ്റെ കവിതകൾ വായിച്ചിട്ടില്ല എങ്കിലും ഞാൻ എഴുതിയ കവിതകളിൽ നിറയെ അയാളായിരുന്നു. അയാൾ എനിക്കൊപ്പം കടൽ കാണാൻ വന്നിരുന്നില്ല എങ്കിലും അയാളോളം ഒരു കടലും എന്നെ വിസ്മയിപ്പിച്ചിട്ടില്ല. പ്രണയമെന്ന് ഞാൻ പറയുമ്പോഴൊക്കെ അയാൾ എൻ്റെ മുറിവുകളെ ചൂണ്ടിക്കാട്ടി. എൻ്റെ കാട്ടിലെ ഇണക്കുരുവികളെല്ലാം അയാൾ എന്ന ഒറ്റമരത്തിലേക്ക് ചേക്കേറി. ഞാൻ ഉരുകുമ്പോഴെല്ലാം അയാൾ എനിക്ക് തണൽ നീട്ടി. എല്ലാ മഴയിലും അയാൾ എന്നെ നനയാതെ കാത്തു. മഴ കഴിഞ്ഞപ്പോൾ കുടയിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. ഓരോ മഴയ്ക്കും ഒരു കുട കരുതിയേക്കണേ എന്ന് ഓർമ്മപ്പെടുത്തി. ആരുടെ സ്നേഹത്തിലും അടിമയാകരുതെന്ന് പഠിപ്പിച്ചു. കാണാതിരിക്കുമ്പോഴും ഓർമ്മിപ്പിക്കണേ എന്നും മിണ്ടാതെ പോകേണ്ടി വന്നാൽ പരിഭവിക്കല്ലേ എന്നും പറഞ്ഞു. ഒടുവിൽ ഓർമ്മകളുടെ ഒറ്റത്തുരുത്തിലയാൾ വണ്ടിയിറങ്ങി. തിരിച്ചു വരുമെന്ന് പറഞ്ഞില്ല, തിരഞ്ഞു വരുമെന്ന് ഉറപ്പും തന്നില്ല. എങ്കിലും ഓരോ മനുഷ്യനെ കാണുമ്പോഴും ഞാൻ അയാളെ തിരക്കും. കാത്തിരിക്കാൻ ഒരു മനുഷ്യനെങ്കിലും ഇല്ലെങ്കിൽ കാത്തുവെച്ചതൊക്കെ കവിതയായി മാത്രം പോയെങ്കിലോ? കാത്തിരിക്കാൻ ഒരു മനുഷ്യനെങ്കിലും ഇല്ലെങ്കിൽ കാത്തുവെച്ചതൊക്കെ കവിതയായി മാത്രം പോയെങ്കിലോ? ഈ രചന ആദ്യം തന്നെ ഞാൻ പങ്കുവെച്ചതാണെങ്കിലും രേവതി സുരേഷ് അരൂരിനെ പോലെ ഇത്രത്തോളം സ്നേഹപൂർവ്വം ചേർന്ന് നിൽക്കുന്ന ഒരാൾ ഇത് പങ്കുവെക്കുമ്പോൾ ആ കവിതയുടെ ആഴങ്ങളിലേക്ക്, ആ വരികളുടെ ആത്മാവ് ഉൾക്കൊള്ളാനാവുന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് തീർച്ചയായും അത് പങ്കുവെക്കുന്നതിലേറെ സന്തോഷമാണ്. മികച്ച വായനാനുഭവം സമ്മാനിക്കുന്ന പ്രിയപ്പെട്ട ജിതിൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ജിതിനെ നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. വരികളെല്ലാം ഒരു നഷ്ടപ്രണയത്തിൻ്റെ നൊമ്പരമെന്ന് രേവതി സുരേഷ് അരൂർ അടയാളപ്പെടുത്തുന്നുണ്ട്. അന്ന നിനക്ക് എന്ന തലക്കെട്ടോടു കൂടി അന്നയ്ക്കെഴുതിയ ഒരു കത്ത് പോലെ ഒരു രചന ഒരിക്കൽ അദ്ദേഹം പങ്കുവച്ചു. അദ്ദേഹത്തിൻ്റെ 5 പ്രണയങ്ങൾ തുടങ്ങിയ രചനകളൊക്കെ ഏറെ ഹൃദ്യമാണ്. വായനയുടെ വസന്തം തീർക്കുന്ന, നമ്മുടെയൊക്കെ പ്രണയാനുഭവങ്ങളെ അനുസ്മരിപ്പിക്കുന്ന, നമ്മളുടെ ചിന്തകളിലേക്ക് തീ പടർത്തുന്ന വളരെ ശക്തിയുള്ള രചനകളുടെ എഴുത്തുകാരനാണ്. ജിതിനെ സ്വാഗതം ചെയ്യുകയാണ്. അന്ന നിനക്ക് എന്ന തലക്കെട്ടോടു കൂടി അദ്ദേഹം എഴുതുന്നു: അന്ന, നിനക്ക് സുഖം തന്നെയല്ലേ? ഇത് നിനക്ക് ഞാൻ എഴുതുന്ന 3ാമത്തെ കത്താണ്. എല്ലാം പതിവ് പോലെ നടന്നു പോകുന്നു. മരച്ചില്ലകൾക്കിടയിലൂടെ വെയിലരിച്ചിറങ്ങുന്നതും മഞ്ഞുരുകി വെള്ളമാകുന്നതും ഞാനിപ്പോൾ കാണാറില്ല. അതിരാവിലെ ഞാൻ കറുപ്പ് വലിക്കും. ഉച്ചനേരത്ത് വെയിൽ കായാനിറങ്ങും.
എപ്പോഴും ഒറ്റയ്ക്കിരിക്കാനും വിപ്ലവ കഥകൾ വായിക്കുവാനും ഞാൻ ഇഷ്ടപ്പെടുന്നു. ആരുമില്ല എന്ന തോന്നൽ ഉടലെടുക്കുമ്പോഴെല്ലാം ഞാൻ അന്നയെക്കുറിച്ച് ഓർക്കും. ആരുമില്ല എന്ന തോന്നൽ ഉടലെടുക്കുമ്പോഴെല്ലാം ഞാൻ അന്നയെക്കുറിച്ച് ഓർക്കും. നിന്റെ ഓർമ്മകൾ കൊണ്ട് ഞാനിടയ്ക്ക് വിഷാദച്ചുവയുള്ള കവിതകൾ എഴുതും. പിന്നീട് അവ കാറ്റിലേക്ക് പറത്തിക്കളയും. ഞാൻ എപ്പോഴും മഞ്ഞുകാലത്ത് ചുവന്ന കമ്പിളി ധരിക്കുന്നു. ഇപ്പോഴും തണുപ്പുകാലത്ത് ചുവന്ന കമ്പിളി ധരിക്കുന്നു. 2 മുറികളുള്ള ഈ കെട്ടിടത്തിനെ വീടാക്കി മാറ്റാൻ ശ്രമിക്കുന്നു. ഏറ്റവും വലിയ വേദനയ്ക്കുള്ള മരുന്ന് നീ തന്നുപോയത് കൊണ്ടാവണം ഞാനിപ്പോൾ ഒന്നും ഓർത്ത് കരയാറില്ല. ഏറ്റവും വലിയ വേദനയ്ക്കുള്ള മരുന്ന് നീ തന്നുപോയത് കൊണ്ടാവണം ഞാനിപ്പോൾ ഒന്നും ഓർത്ത് കരയാറില്ല. 60കളിൽ ഒരു കൂടിക്കാഴ്ചയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നില്ലേ? അത് നടക്കുമോ എന്ന് തോന്നുന്നില്ല. 60കളിൽ ഒരു കൂടിക്കാഴ്ചയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നില്ലേ? അത് നടക്കുമെന്ന് തോന്നുന്നില്ല. എങ്കിലും അന്ന, നിന്റെ നാട്ടിലൂടെ കടന്നു പോകുന്ന ഏതെങ്കിലും ഒരു തീവണ്ടിയിൽ ഞാൻ ഉണ്ടാകും. എത്രയും പ്രിയപ്പെട്ട അന്ന, നിനക്കായി എൻ്റെ ഹൃദയം എപ്പോഴും ദാഹിച്ചുകൊണ്ടിരിക്കും. അന്ന, നിന്റെ നാട്ടിലൂടെ കടന്നു പോകുന്ന ഏതെങ്കിലും ഒരു തീവണ്ടിയിൽ ഞാൻ ഉണ്ടാകും. എത്രയും പ്രിയപ്പെട്ട അന്ന, നിനക്കായി എൻ്റെ ഹൃദയം എപ്പോഴും ദാഹിച്ചുകൊണ്ടിരിക്കും എന്നെഴുതിയാണ് ജിതിൻ്റെ ആ രചന അവസാനിക്കുന്നത്. ജിതിനെ പ്രിയപ്പെട്ട രേവതി സ്നേഹം അറിയിക്കുന്നുണ്ട്. ഓരോ പ്രിയപ്പെട്ടവരെയും MyFM 99.7 നമ്മളാം പൂക്കാലത്തിൻ്റെ ഈ ലൈവിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. 5 പ്രണയങ്ങൾ എന്ന തലക്കെട്ടോടുകൂടി അദ്ദേഹം എഴുതിയ രചനയുടെ മാധുര്യം, ആ രസകരമായ ആ ഒരു തലത്തിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. 5 പ്രണയങ്ങൾ. 1. 10ാം തരത്തിലെ രസതന്ത്ര പരീക്ഷയ്ക്ക് പീരിയോഡിക് ടേബിൾ കാണിച്ചു തന്നത് മുതൽ അവളോട് എനിക്ക് പ്രണയമായിരുന്നു. എത്ര പഠിച്ചിട്ടും മനസ്സിലാക്കാത്ത സമവാക്യം പോലെ ഓട്ടോഗ്രാഫിൻ്റെ അവസാന പേജിൽ അവളുടെ കയ്യൊപ്പ്. വിശാല മനസ്സേ, വിരോധമരുതേ, വിധിയുണ്ടെങ്കിൽ വീണ്ടും കാണാം. 2ാമത്തെ പ്രണയത്തിൽ ജിതിനിങ്ങനെ പറയുന്നു: അധികം വേരിറങ്ങാത്തത് കൊണ്ടാവാം അവളുടെ വിവാഹത്തിന് ഞാനും പോയിരുന്നു. എപ്പോഴും എന്നോട് ഇണങ്ങാതെ ഇരുന്നത് അവളുടെ ആശയങ്ങൾ മാത്രമായിരുന്നു. നീല നിറത്തിലുള്ള അവളുടെ മന്ത്രകോടി, നെറ്റിയിലൊരു ചുവന്ന സിന്ദൂരം, ചുണ്ടിലൊരു പുഞ്ചിരി. ഇവിടെയെങ്കിലും നീ ജയിച്ചോട്ടോ സഖാവേ. തൂശനില, കുത്തരിച്ചോറ്, സാമ്പാർ, രസം, പഴം, പപ്പടം, പായസം ഞാനില്ല. ഉറങ്ങിപ്പോയാലോ ഒത്തിരി ദൂരം പോകേണ്ടതല്ലേ എന്ന് എഴുതിയാണ് 2ാമത്തെ 5 പ്രണയങ്ങളിലെ കവിത അവസാനിക്കുന്നത്. 3ാമത്തെ പ്രണയത്തിൽ അദ്ദേഹം പറയുന്നു: കണ്ണിൽ നോക്കി ശപിച്ചുകൊണ്ടാണ് ഇറങ്ങിപ്പോയത്. നട്ടല്ലില്ലാത്തവൻ പ്രേമിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. കണ്ണിൽ നോക്കി ശപിച്ചുകൊണ്ടാണ് ഇറങ്ങിപ്പോയത്. നട്ടല്ലില്ലാത്തവൻ പ്രണയിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. ഒരു ആട്ടലിലാണ് അത് അവസാനിക്കുന്നത്. 4ാമത്തെ പ്രണയ കവിതയിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നു: ആർക്കൊപ്പം ജീവിച്ചാലും ഇങ്ങളെ ഞാൻ മറക്കില്ല. ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, അച്ഛനെ ധിക്കരിക്കാൻ വയ്യ. 5ാമത്തെ പ്രണയത്തിൽ ഇതുവരെ കണ്ടുമുട്ടിയിട്ടില്ല, ഇനി ഒരിക്കലും കാണുകയുമില്ല. നീ അവിടെ ഉണ്ടായിരുന്നാൽ മതി. ഒരു പ്രണയമെങ്കിലും ഉണ്ടെന്ന് വെറുതെ പറയാമല്ലോ. ഇതുവരെ കണ്ടുമുട്ടിയിട്ടില്ല, ഇനി ഒരിക്കലും കാണുകയുമില്ല. നീ അവിടെ ഉണ്ടായിരുന്നാൽ മതി. ഒരു പ്രണയമെങ്കിലും ഉണ്ടെന്ന് വെറുതെ പറയാമല്ലോ. ദൂരങ്ങൾക്കപ്പുറം, പ്രവാസങ്ങൾക്കപ്പുറം, അക്ഷരങ്ങൾക്കപ്പുറം ആത്മാവിലേക്ക് ആഴ്ന്നിറങ്ങുന്ന പ്രണയത്തിൻ്റെ വിവിധ തലങ്ങളിലേക്കാണ് ജിതിനാർ പണിക്കർ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഏറെ സ്നേഹമാണ്, സന്തോഷമാണ്, ചാരിതാർത്ഥ്യമാണ് MyFM 99.7 നമ്മളാം പൂക്കാലത്തിന് വലിയൊരു ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ രചനകളുമായി ഒത്തുകൂടാനാവുന്നതിൽ. നിറഞ്ഞ സ്നേഹത്തോടുകൂടി ഓരോ പ്രിയപ്പെട്ടവരെയും MyFM 99.7 ഈ ഒരു ലൈവിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് പ്രിയപ്പെട്ട ജിതിനാർ പണിക്കരുടെ രചനകളാണ്. ജിതിൻ കവിതകൾക്കൊപ്പം കഥകളും എഴുതാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കഥ ഒരിക്കൽ MyFMൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, MyFMുമായി ചേർന്ന് നിൽക്കുന്ന ഒട്ടനവധി എഴുത്തുകാരെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ജയരാജ് വാപ്പാല അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ പങ്കുവച്ചിരുന്നു. ജയരാജ് വാപ്പാലയുടെ ശബ്ദത്തിൽ പ്രിയപ്പെട്ട ജിതിൻ്റെ അമ്മ എന്ന രചന നമുക്ക് കേൾക്കാം. കഥയാണ്.
ജിതിൻ ആർ പണിക്കരുടെ പുനർജനി എന്ന കഥാസമാഹാരത്തിലെ കഥ അമ്മ. വായന ജയരാജ് വാപ്പാല. വളരെ ആഗ്രഹിച്ച യാത്രയായതുകൊണ്ടാകാം ഉറങ്ങാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. യാത്ര കണ്ണൂർക്കാണ് എന്ന് അറിഞ്ഞപ്പോൾ തുടങ്ങിയ ആകാംക്ഷയാണ്. തലശ്ശേരി ബിരിയാണി കഴിക്കണം, പറശ്ശിനിക്കടവ് മുത്തപ്പനെ കാണണം, പാർട്ടി ഗ്രാമങ്ങളിൽ പോകണം, പയ്യാമ്പലത്ത് പോകണം, കാനായി കുഞ്ഞിരാമന്റെ അമ്മയും കുഞ്ഞും എന്ന പ്രശസ്തമായ പ്രതിമ അവിടെയാണെന്ന് അറിഞ്ഞപ്പോഴേ ഉള്ള ആഗ്രഹമാണ് അത് കാണണമെന്നുള്ളത്. പിന്നെ അവിടെ തന്നെയാണ് AKGയും EK നായനാരും അഴീക്കോട് മാഷുമൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. എല്ലാം കാണണം. അങ്ങനെ ഒത്തിരി ഒത്തിരി ആഗ്രഹങ്ങൾ മനസ്സിൽ അടക്കി പിടിച്ചുള്ള യാത്രയാണിത്. വടക്കോട്ട് ചെല്ലുന്തോറും കേറി വരുന്ന മാറ്റങ്ങളിൽ വളരെയധികം കൗതുകം തോന്നി. തൃശ്ശൂര്, മലപ്പുറം, കോഴിക്കോട്, വ്യത്യസ്തമായ ഭാഷകൾ, വ്യത്യസ്ത സംസ്കാരങ്ങൾ. ഇടയ്ക്കെപ്പോഴോ ഉറക്കത്തിലേക്ക് അറിയാതെ വഴുതി വീണു. ഏട്ടാ, കണ്ണൂരെത്തി, വേഗിഞ്ഞോ. കണ്ടക്ടറുടെ വിളി കേട്ടാണ് ഉണർന്നത്. ചെറുതെങ്കിലും കുറേ കാഴ്ചകൾ നഷ്ടമായതിന്റെ വിഷമത്തോടെ ബാഗുമെടുത്ത് പുറത്തേക്കിറങ്ങി. കണ്ണൂർ, വിപ്ലവ കേരളത്തിന്റെ ജ്വലിക്കുന്ന കണ്ണ്. പെട്ടെന്ന് ഫോൺ ബെൽ വിളിച്ചു. ഓ, അമ്മ. ഹലോ അമ്മ, ഞാനിവിടെ എത്തി. മോനെ, ഭക്ഷണമൊക്കെ ശരിക്ക് കഴിക്കണേ. അറിയാത്ത നാടാ, സൂക്ഷിക്കണേ. നീ വരും വരെ അമ്മയ്ക്ക് സമാധാനം ഉണ്ടാവില്ല. എന്താ അമ്മ ഇത്? ഞാൻ കൊച്ചു കുട്ടിയാണോ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ശരി, ഞാൻ വിളിക്കാം. നീരസത്തോടെ ഫോൺ കട്ട് ചെയ്ത് ഓട്ടോ സ്റ്റാൻഡ് ലക്ഷ്യമാക്കി നടന്നു. മുന്നിൽ കിടന്ന ഓട്ടോയിൽ കയറി. ചേട്ടാ, സെൻട്രൽ ജയിൽ വരെ ഒന്ന് പോകണം. ബാ, കയറിക്കോ. വീടിന് ഒരു 4 മണിക്കൂർ പോകാനുണ്ട്. അയാൾ എന്നോടായി പറഞ്ഞു. ഞാൻ തലകുലുക്കി ഓട്ടോയിൽ കയറി. കണ്ണൂർ സെൻട്രൽ പ്രിസൺ. ഓട്ടോയിൽ നിന്നിറങ്ങി പൈസ കൊടുത്തു നേരെ ഗേറ്റ് ലക്ഷ്യമാക്കി നടന്നു. ഇവിടുത്തെ പ്രകൃതിക്ക് വളരെ ഒരു മൂകതയാണ്. വലിയ മതിൽക്കെട്ട്. ഗേറ്റ് കടന്ന് അകത്ത് കയറിയാൽ മരത്തണിലൂടെ നടക്കാം. വലതുവശത്തായി നിരനിരയായി നിർത്തിയിട്ട പോലീസ് വാഹനങ്ങൾ. മൂകമായ അന്തരീക്ഷം. വല്ലാത്ത അവസ്ഥ തന്നെ. കാണുമ്പോൾ തന്നെ മനസ്സ് മരവിച്ച പോലെ തോന്നി. കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ ഞാൻ ചരിത്രത്തിലേക്ക് തിരിച്ചു നടക്കുകയായിരുന്നു. കണ്ടംസ്, തൂക്കുമരം, സ്മാരകം. സ്വാതന്ത്ര്യ സമരം മുതൽക്ക് ഉള്ള ചരിത്രം പറയാനുണ്ട് ഈ ജയിലിൽ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഊർജമായി മാറിയ കയ്യൂർ രക്തസാക്ഷികൾ, അപ്പു ചെറുകണ്ടൻ, അബൂബക്കർ, കുഞ്ഞമ്പു നായർ, ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ ധീര സഖാക്കൾ. അങ്ങനെ അങ്ങനെ എത്ര കഥകൾ, എത്ര ചരിത്രങ്ങൾ. 1991 ഇവിടെ അവസാനമായി തൂക്കിക്കൊല നടന്നതെന്ന് എവിടെയോ വായിച്ചത് ഓർക്കുന്നു. 12 പേരെ തലക്കടിച്ചു വന്ന റിപ്പർ ചന്ദ്രനെ. ഇന്ന് ഗോവിന്ദസ്വാമിയും ആന്റണിയും മരണത്തിന്റെ വിളിക്കായി ഏതോ സെല്ലിൽ നടന്ന് മെയിൻ ഗേറ്റിൽ എത്തിയത് അറിഞ്ഞില്ല. ആരാ? ഗേറ്റിന് മുന്നിൽ നിന്ന പാറാവുകാരൻ എന്നോട് ചോദിച്ചു. സർ, ഞാൻ പത്രത്തിൽ നിന്നാ, ഒരു ഫീച്ചർ എഴുതാൻ വേണ്ടി വന്നതാ. പെർമിഷൻ ഉണ്ടോ? ഉണ്ട് സർ. പെർമിഷൻ കടലാസ് നീട്ടിക്കൊണ്ട് ഞാൻ ചിരിച്ചു. കേറിക്കോ, സൂപ്രണ്ടിനെ കണ്ടാ മതി. താങ്ക് യു സർ. ആരും എത്തിയിട്ടില്ല, താൻ വെയിറ്റ് ചെയ്യേ, എതിരെ വന്ന ജയിലർ പറഞ്ഞു. ദേഹത്തുകൂടി ഒരു ഇടിമിന്നൽ കടന്നുപോയ പോലെ ഇരുട്ടി നിറഞ്ഞ ഇടനാഴികൾ, സെല്ലുകളുടെ മുന്നിൽ അടുക്കി വെച്ചിരിക്കുന്ന തകരപാത്രങ്ങൾ. ഒരു കാലത്ത് വലിയ മോഹമായിരുന്നു പോലീസ് ആവാൻ. എത്തിപ്പെടാനാവാത്ത മോഹങ്ങളോട് കാലം കുറേ കഴിയുമ്പോൾ നമുക്ക് പുച്ഛമായിരിക്കും ഇപ്പോഴും. പക്ഷെ പോലീസിനെ കണ്ടാൽ ചെറിയ ഭയമാണ്. ജയിലിലെ ചാരു ബെഞ്ചിൽ പയ്യെ ഇരുന്ന് ഒന്ന് കണ്ണടച്ചു. കടന്നു പോകാനല്ലേ പറഞ്ഞത്? ഒരു അലർച്ച കേട്ടാണ് ഉണർന്നത്. ഗേറ്റിലെ ജയിലർ ആരോടോ അലർന്നു. ഒരു വൃദ്ധയായ സ്ത്രീ, 80 അടുത്ത് പ്രായം. മനസാക്ഷിയില്ലാത്ത ജയിലർമാർ. പോലീസാകാൻ ആഗ്രഹിച്ച എന്റെ മനസ്സിനോട് വല്ലാത്ത നീരസം തോന്നി. കയ്യിൽ ലാത്തിയും എടുത്ത് ജയിലർ അകത്തേക്ക് വന്നു. ഞാൻ ആ സ്ത്രീയെ ഒന്ന് നോക്കി. ക്ഷീണിച്ച മുഖം, തളർന്ന കണ്ണുകൾ, കയ്യിൽ ഒരു മുഷിഞ്ഞ തുണി, സഞ്ചി.
മുഷിഞ്ഞു പഴകിയ സ്വർണ്ണക്കരയുള്ള നേരിയതും മുണ്ട്, നെറ്റിയിൽ നീളത്തിൽ വരച്ച ഭസ്മക്കുറി. ആര് കണ്ടാലും ദയ തോന്നുന്ന മുഖം. എന്നെ കണ്ടപ്പോൾ ആ കണ്ണുകൾ പയ്യെ ഒന്ന് തെളിഞ്ഞു. സാറാരാ? പോലീസാണോ? മറുപടി പറയും മുന്നേ അടുത്ത ചോദ്യം. ഇതിൻ്റെ ഉള്ളിലേ എൻ്റെ മോനുണ്ട്. സാർ കാണലുണ്ടാവോനെ? ഞാൻ കുറേ ദൂരം വന്നതാ സാറേ. ഇന്നലെ രാത്രി ഓനെ സ്വപ്നം കണ്ടു. അതാ പൊലച്ചക്കെന്നെ ഓടി വന്നു. ഓനെ ഒന്ന് കണ്ടാ മതി. അവരുടെ കണ്ണുകളിൽ കണ്ണീരൊഴുകി നിലത്തേക്ക് വീണു. അവർ തന്റെ ചേലയിൽ കണ്ണുകൾ തുടച്ചു. അപ്പോഴാണ് കാഴ്ചയിൽ സൗമ്യനായ ഒരു പോലീസുകാരൻ അവിടേക്ക് കടന്നു വന്നു. അത് നിങ്ങളോട് പറഞ്ഞില്ലേ ഇവിടെ നിൽക്കണ്ടാന്ന്? ഇന്ന് ആരെയും കാണാൻ അനുവദിക്കില്ല. സാറേ, ഒന്ന് കണ്ടാ മതി, ഒന്നും പറയണ്ട. അവർ തൊഴുകയോടെ നിന്നു. നടക്കില്ല, നിന്നിട്ട് കാര്യമില്ല, നിങ്ങൾ പോയിക്കോളൂ. പ്രതീക്ഷയുടെ അവസാന കിരണവും ആ കണ്ണിൽ കെട്ടുപോകുന്നത് ഞാൻ കണ്ടു. കുറേ നേരം മിണ്ടാതെ നിന്നിട്ട് വീണ്ടും, സാറേ ഒരു ഉപകാരം ചെയ്യോ? ഓനോടൊന്ന് പറയോ ഞാനിവിടെ വന്നിട്ടുണ്ടെന്ന്? ഷോ, ഇത് വലിയ കഷ്ടമായല്ലോ. ശരി. അയാൾ അകത്തേക്ക് നടന്നു. എൻ്റെ കണ്ണുകൾ ആ അമ്മയിൽ തന്നെയായിരുന്നു. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം ആ പോലീസുകാരൻ തിരിച്ചു വന്നു. പറഞ്ഞിട്ടുണ്ട്, ഇതാ ഒരു കത്ത് തരാൻ പറഞ്ഞു. അവർക്ക് കത്ത് കൈമാറിയ ശേഷം എന്നോടായി ചോദിച്ചു, താനാണോ പത്രത്തിൽ നിന്ന് വന്നത്? അതെ സാർ. സൂപ്രണ്ട് വരാൻ വൈകും, തന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അതും പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോയി. സാറേ സാറേ ക്ഷീണിച്ച സ്വരത്തോടെ ആ അമ്മ എന്നെ വിളിച്ചു. സാറേ, ഈ കത്തൊന്ന് വായിക്കുകയോ? കത്ത് വെച്ച് നീട്ടിയ ആ കരങ്ങളെ ഉപേക്ഷിക്കാനായില്ല. കത്ത് വാങ്ങി നിവർത്തി വായിച്ചു തുടങ്ങി. പ്രിയപ്പെട്ട അമ്മയ്ക്ക്. അമ്മയ്ക്ക് സുഖമല്ലേ? എന്തിനാ അമ്മ ഈ വയ്യാത്ത സമയത്ത് ഓടി വന്നത്? കണ്ണനും പാറുവിനും സുഖമാണോ? അമ്മയുടെ മുട്ടുവേദന പറഞ്ഞു. ഈ പ്രായത്തിലും അമ്മ കഷ്ടപ്പെടുന്നത് ഓർക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ ശപിക്കുകയാണ്. ഞാൻ കാരണം എൻ്റെ അമ്മ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഓർക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത വേദന തോന്നുന്നു. എനിക്ക് അമ്മയെ കാണാൻ കൊതി തോന്നുന്നു. എനിക്ക് വല്ലാത്ത പനിയായിരുന്നു. 2 ദിവസം തല പോലും പൊങ്ങുന്നില്ലായിരുന്നു. ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് അമ്മയെ ഓർമ്മ വരും. നമ്മുടെ വീട്, ദേവു, ചങ്ങായിമാര്, അമ്മ ഉണ്ടാക്കുന്ന കാന്താരി ചമ്മന്തി. വയ്യമ്മേ, ഇവിടെ മടുത്തു. എനിക്ക് എല്ലാവരും കാണണം. അമ്മയുടെ മടിയിൽ ഉറങ്ങണം. അമ്മ പ്രാർത്ഥിക്കണേ എനിക്ക് സുഖമാവാൻ. സ്നേഹത്തോടെ അമ്മയുടെ സ്വന്തം അപ്പു. വായിച്ചു തീർന്നതും എൻ്റെ മോനെ എന്ന് വിളിച്ച് ആ അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. പിന്നെ പതിയെ ആ മുഷിഞ്ഞ തുണിസഞ്ചിയും എടുത്ത് കരഞ്ഞുകൊണ്ട് നടന്നകന്നു. എനിക്കും ആ കണ്ണുകളെ നിയന്ത്രിക്കാനായില്ല. അപ്പോഴെന്റെ ഫോൺ റിങ് ചെയ്തു. അമ്മ കാളി. കഥ ഇവിടെ. പുനർജനി എന്ന കഥാസമാഹാരത്തിൽ അമ്മ എന്ന കഥ പ്രിയപ്പെട്ട ജയരാജ് വാപ്പാലയുടെ ശബ്ദത്തിലാണ് കേട്ടത്. കഥയും കവിതകളെയും എഴുത്തുകാരെയും ഒക്കെ ഒരുപാട് സ്നേഹിക്കുന്ന മയ്യഫിന്റെ പ്രിയപ്പെട്ട ജയരാജേട്ടന്റെ അവതരണത്തെ സ്പർശിയായി അദ്ദേഹം അത് അവതരിപ്പിച്ചിരുന്നു. ആ കഥ വല്ലാതെ ഞങ്ങളെയൊക്കെ സ്പർശിച്ചു എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ജിതിനാർ പണിക്കരുടെ രചനകളുമായിട്ടുള്ള നമ്മുടെ മയ്യഫമിൻ്റെ ഈ ലൈവ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ ജയരാജേട്ടനോടുള്ള സ്നേഹം ജിതിനാർ പണിക്കർ അറിയിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട എഴുത്തുകാരൻ രഞ്ജിത്ത് നടവയിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. രഞ്ജിത്ത് നടവയിലിൻ്റെ രചനകളും വരും ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യും. ശ്രീലക്ഷ്മി എരിങ്ങോൾ അവിടെ എത്തി സ്നേഹം അറിയിക്കുന്നുണ്ട്. ഓരോ പ്രിയപ്പെട്ടവരെയും മയ്യഫം 99.7 നമ്മളാം പൂക്കാലത്തിൻ്റെ റീഡിംഗ് ടൈമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്നേഹം അറിയിക്കുന്നുണ്ട് പ്രിയപ്പെട്ട ശ്രീലക്ഷ്മി. നന്ദിയുണ്ട് പ്രണയമേ എന്ന തലക്കെട്ടോടുകൂടി ഒരിക്കൽ പ്രിയപ്പെട്ട ജിതിൻ ഇങ്ങനെ എഴുതി: ഒറ്റമുറിക്കുള്ളിലെ അലസരാത്രികൾക്ക് കുറേ കനവ് കൂട്ടുതന്നതിന്. നന്ദിയുണ്ട് പ്രണയമേ, ഒറ്റമുറിക്കുള്ളിലെ അലസരാത്രികൾക്ക് കുറേ കനവ് കൂട്ടുതന്നതിന്. ചുറ്റിപ്പിടിച്ചൊരു വിരൽ മുറിഞ്ഞു പോയാലും ദിശ തെറ്റി അലയുന്നൊരു പട്ടമല ഞാനെന്ന് അറിയിച്ചതിന്. ഇന്നലകളിൽ അഴിഞ്ഞു വീണ 1000 ചിരികളിൽ എൻ്റെ മുറിവുകൾ ഒടുക്കിയതിന്. തെക്കേ തൊടിയിൽ എൻ്റെ ഓർമ്മകളുടെ ചിത ഒരുങ്ങുമ്പോഴും പാതി വെന്തുപോയ മനസ്സുമായി എന്നെ നടക്കാൻ പഠിപ്പിച്ചതിന്. വസന്തം കൈയൊഴിഞ്ഞെൻ്റെ ചില്ല ഓരോന്നിലും ചുവന്ന പൂത്തതിന്.
രാത്രികൾ ഇത്ര ഹ്രസ്വമെന്ന് എന്നെ കാണിച്ചു തന്നതിന്, നോവിൻ്റെ പാതി പകുത്തു നൽകാൻ എനിക്ക് ജീവനെ കൂട്ടു തന്നതിന്, രാത്രികൾ ഇത്ര ഹ്രസ്വമെന്നെന്നെ കാണിച്ചു തന്നതിന്, നോവിൻ്റെ പാതി പകുത്തു നൽകാൻ എനിക്ക് ഒരു ജീവനെ കൂട്ടു തന്നതിന് നന്ദിയുണ്ട് പ്രണയമേ എന്ന തലക്കെട്ടോടു കൂടിയാണ് പ്രിയപ്പെട്ട ജയരാജേട്ടൻ പറയുന്നുണ്ട്. ഒരിക്കൽ പറയുന്നുണ്ടായിരുന്നു എന്ന തലക്കെട്ടോടു കൂടി ജിതിൻ്റെ ഒരു രചന പങ്കുവയ്ക്കുന്നുണ്ട്. ജയരാജേട്ടനോടുള്ള നന്ദി, റിയൽ പാലക്കാടനാണെങ്കിലും എന്ന് പ്രിയപ്പെട്ട റിയൽ പാലക്കാടൻ എന്ന് ജിതിനാർ പണിക്കർ പറയുന്നുണ്ട്. പ്രിയപ്പെട്ട ജയരാജേട്ടൻ ഇടയ്ക്ക് ആ എഴുത്തിൻ്റെ ആത്മാവിലേക്ക് ഇറങ്ങി അവിടെ കണ്ണൂരിലേക്ക് എത്തുമ്പോഴുള്ള കണ്ണൂർ ഭാഷയിലുള്ള ശൈലികളും അമ്മയുടെ ആ ഒരു ശബ്ദത്തിൻ്റെ മോഡുലേഷനുമൊക്കെ എത്ര ഭംഗിയായിട്ടാണ് അവതരിപ്പിച്ചത്. ഏറെ സ്നേഹമറിയിക്കുകയാണ്. ജയരാജേട്ടനൊക്കെ ജോലിയുടെ തിരക്കുകൾക്കിടയിലും എത്ര അകലെയിരുന്നായാലും എഴുത്തുകാരെയും IFM-നെയും ഒക്കെ ഇങ്ങനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട ജിതിൻ്റെ ജയരാജേട്ടൻ പങ്കുവെച്ച രചന, ഒരിക്കൽ പറയണമെന്നുണ്ടായിരുന്നു അവളെക്കുറിച്ച് നിന്നോടും നിന്നെക്കുറിച്ച് അവളോടും. ഒതുക്കമില്ലാത്ത എൻ്റെ ജീവനിൽ ഒതുങ്ങി നിന്ന 2 പെണ്ണുടൽ. ഒരിക്കൽ എഴുതണമെന്നുണ്ടായിരുന്നു കിനാവു മാത്രം കണ്ടുറങ്ങി അവളെക്കുറിച്ചും എന്നിൽ മാത്രം വിലയും കൊണ്ട നിന്നെക്കുറിച്ചും. ഒരിക്കൽ നനയണമെന്നുണ്ടായിരുന്നു അവൾ പറഞ്ഞു കൊതിപ്പിച്ച വർഷത്തിലും നീ നിറഞ്ഞു പെയ്ത സന്ധ്യയിലും. ഒരിക്കൽ വരണമെന്നുണ്ടായിരുന്നു അവൾ വിധാനിച്ച കിനാവിൻ്റെ ശവപ്പറമ്പിലും നീ പറഞ്ഞു മാത്രം കേട്ട നിന്റെ വീട്ടിലും. ഒരിക്കൽ ഞാനൊരു മീനായി അവളുടെ വലയിൽ പിടയും, മറ്റൊരിക്കൽ ചിറകറ്റ ശലഭമായി നിന്റെ മണ്ണിൽ വീണടിയുമെന്നെഴുതിയാണ് ആ രചന അവസാനിക്കുന്നത്. ദിസ് ഇസ് MyFM 99.7 നമ്മളാം പൂക്കാലം, അറിവിൻ്റെയും വിനോദത്തിൻ്റെയും പൂക്കാലവുമായി ഒരു കിടിലൻ ആംഗേഴ്സ് ബ്രോഡ്കാസ്റ്റ്. അതേ ഇതൊരു കിടിലൻ മല്ലു വൈറൽ FM MyFM 99.7 നമ്മളാം പൂക്കാലത്തിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജിതിനാർ പണിക്കരുടെ രചനകളുമായിട്ടുള്ള റീഡിംഗ് ടൈമാണ്. റീഡിംഗ് ടൈമിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ജോലിയുടെ എല്ലാ അവസ്ഥകൾക്കിടയിലും അദ്ദേഹത്തിൻ്റെ സ്നേഹനിർഭരതയും ഗൃഹാതുരതയും അദ്ദേഹത്തിൻ്റെ പ്രണയവും നഷ്ടസ്വപ്നങ്ങളുമൊക്കെ എഴുത്തുകളിലൂടെ പങ്കുവെച്ച് നമ്മളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഇത്രത്തോളം ആനന്ദിപ്പിക്കുന്ന വായനയുടെ വസന്തം തീർക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തിന് ഒരിക്കൽ കൂടി സ്നേഹമറിയിക്കുകയാണ്. ഒരിക്കൽ ജിതിൻ എഴുതി, അവനോടൊത്തൊരു യാത്രയെന്നാൽ നിലയില്ലാ കയത്തിലേക്കുള്ള എടുത്തുചാട്ടമായേക്കാം. അവനോടൊത്തൊരു യാത്രയെന്നാൽ നിലയില്ലാ കയത്തിലേക്കുള്ള എടുത്തുചാട്ടമായേക്കാം. ആഴങ്ങളിൽ പോലും സ്നേഹത്തിൻ്റെ പടർപ്പോ പ്രണയത്തിൻ്റെ പവിഴപ്പുറ്റുകളോ കാണാൻ കഴിഞ്ഞില്ലെന്ന് വരാം. അവനോട് സംസാരിക്കുകയെന്നാൽ കാട്ടുകടന്നലിൻ്റെ കൂടിന് നേരെ കല്ലെറിയുന്ന പോലെയാകാം. വാക്കുകൾ കൂട്ടത്തോടെ നിന്നെ കുത്തി നോവിച്ചേക്കാം. അവനെ വായിക്കുകയെന്നാൽ കൂട്ടിപ്പിടിച്ച മഴയിലേക്ക് ഇറങ്ങിപ്പോകുന്ന പോലെയാകാം. അക്ഷരങ്ങൾ നിന്നെ പുളകം കൊള്ളിച്ചേക്കാം. വാക്കുകൾക്കിടയിൽ ഒരിക്കലും അവൻ്റെ പോയ കാലം തിരയേണ്ടതില്ല. കാടറിയാത്തൊരു ചില്ലയിൽ വീണു ചിതറിയ വസന്തത്തിൻ്റെ ഗന്ധം തിരഞ്ഞൊരു കാട് എരിഞ്ഞു കളഞ്ഞവനാണ്. കാടറിയാത്തൊരു ചില്ലയിൽ വീണു ചിതറിയ വസന്തത്തിൻ്റെ ഗന്ധം തിരഞ്ഞൊരു കാടെരിച്ചു കളഞ്ഞവനാണ്. അവൻ്റെ കലങ്ങിയ കണ്ണുകളും പുകയില ഗന്ധമുള്ള ചുണ്ടുകളും ഞരമ്പിനു മേലെയുള്ള കുത്തിവരകളും നിങ്ങളെ കുറെ എന്തൊക്കെയോ ചിന്തിപ്പിച്ചേക്കാം. എങ്കിലും അവനെക്കുറിച്ച് കൂടുതലൊന്നും തിരയാതിരിക്കുക. അവനെ തിരയുകയെന്നാൽ തലയറുത്ത മരത്തിൻ്റെ വേരിലേക്ക് എത്തിനോട്ടം നടത്തുന്ന പോലെ ഇരിക്കും. അവൻ്റെ ചിന്തകൾ പലപ്പോഴും കിനാവള്ളിയെപ്പോലെയാണ്. വരിഞ്ഞു മുറുക്കി നിന്നെ നീയല്ലാതാക്കിയേക്കും. ഇനിയും നിനക്ക് അവനോട് പ്രണയമുണ്ടെങ്കിൽ അവനോടത് പറയാതിരിക്കുക. കഴിയുമെങ്കിൽ അവനിൽ നിന്ന് ഇറങ്ങി നടക്കുക എന്നെഴുതിയാണ് ഇതിൻ്റെ മനോഹരമായ ആ രചന അവസാനിക്കുന്നത്. പ്രിയപ്പെട്ട ജയരാജേട്ടനും ജിതിനാർ പണിക്കറുമൊക്കെ നന്ദി അറിയിക്കുന്നുണ്ട്. നന്ദിക്കപ്പുറം നിങ്ങളൊക്കെ വായനയിലൂടെ സമ്മാനിച്ചിട്ടുള്ള വസന്തം, ആ ഒരു സ്നേഹനിർഭരതയ്ക്കൊക്കെ ഞാനാണ് നന്ദി പറയേണ്ടത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ ഇതിനു മുമ്പ് 2021 അദ്ദേഹത്തിൻ്റെ രചനകൾ, പ്രിയപ്പെട്ട ജിതിനാർ പണിക്കരുടെ രചനകൾ ഒരിക്കൽ പങ്കുവച്ചതാണ്. പാലക്കാട് പള്ളിപ്പുറം സ്വദേശിയായിട്ടുള്ള പ്രിയപ്പെട്ട ജിതിനാർ പണിക്കർ അദ്ദേഹത്തിൻ്റെ രചനകളുമായിട്ടാണ് നമ്മളോട് ചേർന്ന് നിൽക്കുന്നത്. ഒറ്റപ്പെട്ട് കഴിയുമ്പോഴെല്ലാം ഇതിൻ്റെ ഒരു രചന പ്രിയപ്പെട്ട സുലക്ഷ്മിയുടെ പങ്കുവയ്ക്കുന്നുണ്ട്. ഏറെ സ്നേഹത്തോടു കൂടി ഓരോ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയാണ്. കവിതയിൽ
ഉണ്ടായത്ര പരീക്ഷണങ്ങൾ മറ്റൊരു സാഹിത്യ രൂപത്തിലും ഉണ്ടായിട്ടില്ല. അനുദിനം പരിണാമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരിടം തന്നെയാണ് കവിത. ഇതൊക്കെ നമുക്കിടയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ സ്നേഹവും സന്തോഷവും പങ്കുവെച്ച് എപ്പോഴും പുഞ്ചിരിക്കുന്ന ഒരുത്തിക്ക് വേണ്ടി ഒരിക്കൽ എഴുതി, എപ്പോഴും പുഞ്ചിരിക്കുന്ന ഒരുത്തി നീ, കണ്ണാടി ആയാൽ മതി ചമയങ്ങൾ അഴിച്ചു വെച്ച് അവളുടെ മുഖത്തെ ഉണങ്ങാത്ത ഒരു മുറിവിൽ നീ കുടുങ്ങിക്കിടക്കുമെന്ന് എഴുതിയതാണ്. തീർച്ചയായും നാം കണ്ടുമുട്ടിയിട്ടുള്ള കവിതകളുടെ ഭാവചലനാദികളൊക്കെ ഓർമ്മപ്പെടുത്തുന്ന സുതാര്യത നിറഞ്ഞ ഭാഷ, വരികളുടെ ആവർത്തന വിരസതകളില്ലാത്ത പ്രയോഗങ്ങൾ, നമുക്കൊക്കെ ഒഴുക്കുള്ള വായനകൾ സമ്മാനിക്കുന്ന ലളിതമായ ശൈലിയിലുള്ള ഓർമ്മക്കുറിപ്പുകളാണ് അദ്ദേഹത്തിൻ്റെ ഓരോ വരികളും. ഏറെ സ്നേഹത്തോടു കൂടി തന്നെ അദ്ദേഹത്തിൻ്റെ വരികൾ വരും ദിവസങ്ങളിൽ നമ്മൾ പങ്കുവയ്ക്കും. ഇനിയും വായിക്കാൻ ഒട്ടനവധി രചനകളുണ്ട്. തീർച്ചയായും അദ്ദേഹത്തോടുള്ള ഹൃദയം നിറഞ്ഞ സ്നേഹം അറിയിക്കുകയാണ്. നമ്മൾ അടുത്തയാഴ്ച പങ്കുവയ്ക്കുന്നത് രേഷ്മാജകൻ്റെ രചനകളാണ്. രേഷ്മാജകൻ സോഷ്യൽ മീഡിയയിലൂടെ വളരെ സജീവമായി എഴുതുന്ന എഴുത്തുകാരിയാണ്. മുമ്പും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ആളാണ്. വാപ്പാല ജയരാജ് സ്ഥിരമായി കത്തെഴുതാറുള്ള മനഃശാസ്ത്രജ്ഞൻ്റെ ആ ഒരു മറ്റൊരു ജിതിൻ്റെ രചനയും പ്രിയപ്പെട്ട അതിനുമായി ലക്ഷ്മിയുടെ ഒരു വരി പങ്കുവയ്ക്കാം. എനിക്ക് എന്നേക്കാൾ നിന്നെ ഇഷ്ടമാണ്, നിന്നെ എനിക്ക് ഇഷ്ടമാണെങ്കിലും നിലാവുള്ള രാത്രിയിൽ ഒരുമിച്ചിരിക്കണമെന്നോ വിരൽത്തുമ്പുകളിൽ വിരൽ കോർത്ത് കടല് കാണണമെന്നോ ഞാൻ പറയില്ല. നാം സമാന്തരമായി ഒഴുകുന്ന രണ്ട് പുഴകളായാലും തീരം തൊടാതെ പോകുന്ന തിരകളായാലും ഞാൻ നീ അറിയാതെ നിന്നെ തലോടുന്ന കാറ്റായി, പുഴയറിയാതെ ഇലയായി, ഋതു അറിയാതെ വിടരുന്ന പൂവായി, പൂവറിയാതെ വിടരുന്ന ശലഭമായി, നീ അറിയാതെ തന്നെ നിന്നിൽ അലിഞ്ഞുകൊണ്ടേയിരിക്കും നിറഞ്ഞങ്ങനെ തുളുമ്പാതെ. നിനക്കെന്നെ ഇഷ്ടമല്ലെന്നാകിലും എന്തോ എനിക്കെന്നേക്കാൾ നിന്നെ ഇഷ്ടമാണ് എന്നെഴുതിയാണ് രേഷ്മയുടെ ആ രചന അവസാനിക്കുന്നത്. രേഷ്മാജകൻ്റെ രചനകളും വരും ദിവസങ്ങൾ ജിതിനാർ പണിക്കറുള്ള പ്രിയപ്പെട്ടവരുടെ രചനകളും ഒക്കെയാണ്. അടുത്ത വെള്ളിയാഴ്ചയും നമ്മൾ ഒത്തുകൂടും. പ്രിയപ്പെട്ട ജയരാജൻ അദ്ദേഹത്തിൻ്റെ മറ്റൊരു രചന കൂടി നമുക്കായി പങ്കുവെക്കുന്നുണ്ട്. തീർച്ചയായും ആ രചനയിലേക്ക് പോകുന്നതിന് മുമ്പായി ജിതിനാർ പണിക്കർ എന്ന എഴുത്തുകാരൻ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒട്ടനവധി മികച്ച ഓർമ്മകളുണ്ട്. ഞാൻ സൂചിപ്പിച്ചതുപോലെ കുന്നിയും കാവും കടലും കാറ്റും സ്നേഹനിർഭരതയൊക്കെ അദ്ദേഹത്തിലേക്ക് നൽകിയിട്ടുണ്ട്. സ്ഥിരമായി കത്തെഴുതാറുള്ള മനഃശാസ്ത്രജ്ഞൻ ആത്മഹത്യ ചെയ്തെന്നു എന്ന് തുടങ്ങുന്ന തലക്കെട്ടോടുകൂടി ആദ്യ വരിയോടുകൂടി പ്രിയപ്പെട്ട ജിതിൻ എഴുതിയൊരു വരി ഇവിടെ ജയരാജേട്ടൻ പങ്കുവച്ചിരുന്നു. നമുക്ക് അതിലൂടെ ഒന്ന് യാത്ര ചെയ്യാം. സ്ഥിരമായി കത്തെഴുതാറുള്ള മനഃശാസ്ത്രജ്ഞൻ ആത്മഹത്യ ചെയ്തെന്നറിഞ്ഞപ്പോൾ പിന്നെയാണെന്ന് അയാൾ. സ്ഥിരമായി കത്തെഴുതാറുള്ള മനഃശാസ്ത്രജ്ഞൻ ആത്മഹത്യ ചെയ്തെന്നറിഞ്ഞതിൽ പിന്നെയാണ് അയാൾ ഉമ്മറത്തെ ചെമ്പരത്തി ചെടിക്ക് ഒരു വട്ടി വെള്ളം നനച്ചത്. പഠിച്ച ക്ലാസ്സുകളിലെല്ലാം ഒന്നാമനായിരുന്നിട്ടും വമ്പുള്ളൊരു ഉദ്യോഗം കിട്ടിയിട്ടും വീട് കെട്ടിയിട്ടും വിവാഹം കഴിച്ചിട്ടും മക്കളുണ്ടായിട്ടും മുന്നിൽ ജീവിതം ഒരു കനൽ വഴി പോലും പണിയാതിരുന്നിട്ടും ഉള്ളുകൊണ്ടൊന്ന് ചിരിക്കാൻ അയാൾ നന്നേ പാടുപെട്ടു. എല്ലാം ഉണ്ടായിട്ടും ഈ എന്താപ്പ ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോഴൊക്കെ അയാൾ പറയും, മനസ്സിന് സുഖമില്ല. മുറി മുഴുവൻ ഭ്രാന്തിൻ്റെ ചിലന്തികൾ വല നെയ്തു. മരിക്കാൻ തീരുമാനിച്ചതിൻ്റെ അന്നുച്ചയ്ക്ക് ഒരു പഴയ ചങ്ങാതിയുടെ കത്ത് വന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരാ, സുഖം തന്നെയല്ലേ? നാളുകൾക്ക് ശേഷം ഇന്ന് ഞാൻ നിന്നെക്കുറിച്ച് ഓർത്തു. നിന്നെ ഒരിക്കൽ കൂടി കാണണമെന്ന് ആഗ്രഹിക്കുന്നു. ഇതുവരെ എഴുതാതിരുന്നതിൽ ഉപേക്ഷ വിചാരിക്കരുത്. നിനക്കെന്നെ മനസ്സിലാകുമെന്ന് കരുതുന്നു. മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് കത്ത് ചുരുക്കുന്നു. കത്ത് വായിച്ചു കഴിഞ്ഞയാൾ ഒന്ന് ഉള്ളം തുറന്ന് ചിരിച്ചു. ഒട്ടും വൈകാതെ മറുപടി എഴുതി, സുഹൃത്തേ, മനസ്സിനിപ്പോൾ വല്ലാത്ത സുഖം തോന്നുന്നു. എത്രയും വേഗം കണ്ടുമുട്ടാം. കത്ത് പോസ്റ്റ് ചെയ്ത് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ വഴിയിൽ കാണുന്നവരോടെല്ലാം അയാൾ ചിരിച്ചു. ജീവിക്കാനൊന്ന് ചിരിക്കാൻ പഠിച്ചാൽ മതി. ഉള്ളുകൊണ്ട് ചിരിക്കുന്ന ഒരു മനുഷ്യനുണ്ടായാൽ മതി. ജീവിക്കാൻ ഒന്ന് ചിരിക്കാൻ പഠിച്ചാൽ മതി. ഉള്ളുകൊണ്ട് ചിരിക്കുന്ന മനുഷ്യനുണ്ടായാൽ മതി എന്നെഴുതിയാണ് ജിതിൻ്റെ ആ രചന അവസാനിക്കുന്നത്.
എത്ര മനോഹരമായ ചിന്തയാണ്. ജീവിക്കാൻ ഒന്ന് ചിരിക്കാൻ പഠിച്ചാൽ മതിയെന്ന് ഉള്ളു തുറന്ന് ചിരിക്കിച്ച് ഒരു മനുഷ്യനാവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. MyFM 99.7 നമ്മളാം പൂക്കാലത്തിൻ്റെ ഈ ഒരു ലൈവിൽ, ഈ ഒരു റീഡിംഗ് ടൈമിൽ പ്രിയപ്പെട്ട ജിതിനാർ പണിക്കരുടെ രചനകളുമായി വീണ്ടും ഒത്തുകൂടാനായതിലുള്ള ഹൃദയം നിറഞ്ഞ സ്നേഹമറിയിക്കുകയാണ്. ശ്രീലക്ഷ്മി ഇവിടെ പങ്കുവച്ചത്, ഒറ്റപ്പെട്ട് കഴിയുമ്പോഴെല്ലാം കുത്തിയൊഴുകുന്ന ആറ്റുവരമ്പ താൽമരം പോലെ നിറഞ്ഞു നിൽക്കും പവിഴമല്ലിത്തറയിലെ കരിഞ്ഞു തുടങ്ങിയ ദളങ്ങൾ ചുണ്ടോട് ചേർത്ത് എനിക്ക് നീ ഉണ്ടെന്ന് വെറുതെ കള്ളം പറയും. ഒറ്റയായിപ്പോയ മരത്തിന്റെ തണലിൽ നിന്ന് കുരുത്തു വരുന്ന കുഞ്ഞിലകളെ നോക്കി ആനന്ദം നടിക്കും. ഇനി നാം തമ്മിൽ കാണില്ല എന്നറിഞ്ഞിട്ടും ഇനിയും ഒരു ജന്മം കൂടിയുണ്ട് വീണ്ടും. ഒരിക്കൽ മനസ്സിൽ ഒരു തരി സന്തോഷമില്ലെങ്കിലും, ഒഴിഞ്ഞ മനസ്സിൽ ഒരു സന്തോഷമെങ്കിലും ചുണ്ടിൽ ചിരി അണയാതെ കാക്കും. ഒറ്റപ്പെട്ട് കഴിയുമ്പോൾ മാത്രം ഞാൻ നിനക്ക് വേണ്ടി എഴുതും. ഒറ്റയ്ക്കാവുക എന്നാൽ ഒറ്റയായി പോവുക എന്നതല്ല, ഓർമ്മകളാൽ സമ്പന്നമാവുക എന്നതാണ്. എല്ലാ വരികളുടെ അവസാനവും അദ്ദേഹം നൽകുന്ന ഒരു സന്ദേശമുണ്ട്. അദ്ദേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഒരു എൻഡ് പഞ്ച് നൽകാറുണ്ട്. ഒറ്റയ്ക്കാവുക എന്നാൽ ഒറ്റയായി പോവുക എന്നല്ല, ഓർമ്മകളാൽ സമ്പന്നമാവുക എന്നാണ്. എൻ്റെ ഭാഷയിൽ, എൻ്റെ എഴുത്തുകളിൽ ഞാൻ പറയാറുള്ളത്, ഒറ്റയ്ക്കാവുക എന്നാൽ ലോകം മുഴുവൻ ഒപ്പമുള്ളത് കൊണ്ടാണ് ഒറ്റയ്ക്കാവാനാവുന്നത് എന്ന ചിന്തയാണ് ഞാൻ എപ്പോഴും സൂക്ഷിക്കാറുള്ളത്. കാരണം ഒരു വ്യക്തിയിൽ, ഒരു സമൂഹത്തിൽ, ഒരു മതത്തിൽ, ഒരു സംവിധാനത്തിൽ നിന്നൊക്കെ നമ്മൾ ഒറ്റപ്പെടുമ്പോഴാണ് നമ്മൾ ഒറ്റപ്പെടലിനെ കുറിച്ച് വളരെ സീരിയസ് ആയി ചിന്തിക്കാറുണ്ടത്. വലിയൊരു ലോകം, വിശാലമായൊരു ലോകം, വലിയൊരു ഭൂമി നമുക്ക് മുന്നിലുള്ളപ്പോൾ നമുക്കൊക്കെ എങ്ങനെയാണ് ഒറ്റപ്പെടാനാവുക? ഏകാന്തതയും ഒറ്റപ്പെടലും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. ഒറ്റപ്പെടലിനെ ഏകാന്തതയാക്കി മാറ്റി തൻ്റെ ഏകാന്തതയിൽ ഇരുന്ന് മനോഹരമായ രചനകളിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ എഴുതി, ഈ തുരുത്തിൽ ഒരു വേനലിൻ്റെ അന്ത്യത്തിലാണ് നമ്മുടെ ആദ്യ സമാഗമം. ഈ തുരുത്തിൽ ഒരു വേനലിൻ്റെ അന്ത്യത്തിലാണ് നമ്മുടെ ആദ്യ സമാഗമനം. അന്നു നീ വെച്ചു നീട്ടിയ പ്രണയത്തിൻ്റെ മഞ്ഞുകാലങ്ങളിൽ എൻ്റെ ഹൃദയം ഉരുകുകയായിരുന്നു. ഈ ജാലകത്തിനപ്പുറം ഒരു കൊടുങ്കാറ്റ് വീശുന്നു എന്നറിഞ്ഞിട്ടും പരസ്പരം നമ്മെ ഉരുക്കിച്ചേർത്ത ആലയ്ക്ക് സമീപമിരുന്ന് ഒരു രാത്രി മുഴുവൻ നമ്മൾ പ്രണയിക്കുകയായിരുന്നു. നിന്റെ ഓർമ്മകളുടെ തടവറയിൽ നിന്ന് എനിക്കിനി മോചനമില്ല. പ്രണയദംശനമേറ്റ കരളുമായി ഞാനിനി ജീവിച്ചു കൊള്ളട്ടെ. നിന്റെ ഓർമ്മകളുടെ തടവറയിൽ നിന്ന് എനിക്കിനി മോചനമില്ല. പ്രണയദംശനമേറ്റ കരളുമായി ഞാനിനി ജീവിച്ചു കൊള്ളട്ടെ എന്നെഴുതിയാണ് പ്രിയപ്പെട്ട ജിതിനാർ പണിക്കരുടെ ആ രചന അവസാനിക്കുന്നത്. ഏറെ സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ്. ജിതിനാർ പണിക്കരുടെ രചനകളുമായി ഒരിക്കൽ കൂടി MyFM 99.7 നമ്മളാം പൂക്കാലത്തിന് അദ്ദേഹം വായനയിലൂടെ, എഴുത്തിലൂടെ നമുക്കിടയിലേക്ക് സമ്മാനിച്ചിട്ടുള്ള ആ വായനയുടെ വസന്തം, അദ്ദേഹത്തിൻ്റെ വരികളുടെ മാധുര്യമൊക്കെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാനായതിലുള്ള സന്തോഷം അറിയിക്കുകയാണ്. അടുത്ത വാരം നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രിയപ്പെട്ട രേഷ്മ ജഗൻ്റെ ഒരു രചന കൂടി പങ്കുവെച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ലൈവ് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. അതിനു മുമ്പായി സന്തോഷ് മലയാറ്റിൽ പെങ്ങൾ എന്ന തലക്കെട്ടോടുകൂടി പെങ്ങൾ ചിത്രം എന്നൊരു രചന പങ്കുവച്ചിരുന്നു. സന്തോഷ് ഇങ്ങനെ പറയുന്നു, പ്രിയപ്പെട്ട ചന്തു, കണ്ണിനു താഴെയുള്ള കറുത്ത മഴമേഘക്കൂട്ടുകൾ അമർത്തി തുടച്ച് പടിയിറങ്ങുമ്പോൾ അവൾ ഉറക്കെ കരയാൻ മറന്നുപോയിരുന്നു. ആട്ടിയിറക്കിയപ്പോൾ കൊടുങ്കാറ്റിൽപ്പെട്ട മഴമേഘം പോലെ അവൾ ആർത്തലച്ച് പെയ്തുകൊണ്ടിരുന്നു. ഇടവഴിയിലെ മണ്ണിനോടും പുല്ലിനോടും അവൾ വെറുതെ പരാതി പറഞ്ഞു നടന്നു. ആകാശത്തിലെ ദൈവങ്ങൾക്ക് കൂട്ടായിപ്പോയ അച്ഛൻ മാത്രം അവളുടെ നിറകണ്ണിൽ മുത്തമിട്ടു. അമ്മ നിസ്സഹായതയുടെ കനത്ത പുതപ്പുകൊണ്ട് സ്വയം പുതച്ചപ്പോൾ അവൾ ബന്ധങ്ങൾ അറ്റുപോയ വീട്ടിലേക്കുള്ള വഴി വെറുതെ ഓർത്തെടുത്തു. ഈ പെങ്ങളെ എനിക്കേറെ പരിചയമുണ്ട്, നിങ്ങൾക്കോ എന്ന ചോദ്യത്തോടെയാണ് സന്തോഷ് മലയാറ്റിലിൻ്റെ ആ രചന അവസാനിക്കുന്നത്. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട ജിതിനാർ പണിക്കരോടുള്ള ഹൃദയം നിറഞ്ഞ സ്നേഹം അറിയിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ രചനകൾ ഒരിക്കൽ കൂടി പങ്കുവയ്ക്കാനായി അടുത്ത വാരം നമ്മൾ ചർച്ച ചെയ്യുന്നത് രേഷ്മ ജഗൻ്റെ രചനയാണ്. രേഷ്മ ജഗൻ്റെ നമുക്കിടയിൽ എന്ന രചന പങ്കുവയ്ക്കുന്നു. എനിക്കും നിനക്കുമിടയിൽ ഒരാകാശമുണ്ട്, എനിക്കും നിനക്കുമിടയിൽ ഒരാകാശമുണ്ട്. കാറും കോളും നിറഞ്ഞിട്ടും പെയ്തൊഴിയില്ലെന്ന വാശിയിൽ നീലമൗനത്തിൻ്റെ ആഴം പുതച്ച ഒരാകാശം. എനിക്കും നിനക്കും ഇടയിൽ ഒരു കടലുണ്ട്. ആത്മസംഘർഷത്തിൻ്റെ തിരമാലകൾ ഹൃദയഭിത്തിയിൽ ആഞ്ഞടിക്കുന്നൊരു നീലക്കടൽ.
എനിക്കും നിനക്കുമിടയിൽ ഒരു മരുഭൂമിയുണ്ട്. വികാരഭരിതമായി ഒഴുകിക്കൊണ്ടിരിക്കെ മൺമറഞ്ഞുപോയ നദിയുടെ രഹസ്യം കാത്തുസൂക്ഷിക്കുന്നൊരു മരുഭൂമി. എനിക്കും നിനക്കുമിടയിൽ ഒരു മരുഭൂമിയുണ്ട്. വികാരഭരിതമായി ഒഴുകിക്കൊണ്ടിരിക്കെ മൺമറഞ്ഞുപോയ നദിയുടെ രഹസ്യം കാത്തുസൂക്ഷിക്കുന്നൊരു മരുഭൂമി. വികാരഭരിതമായ ഒഴുകിക്കൊണ്ടിരിക്കുന്ന മൺമറഞ്ഞുപോയ നദിയുടെ രഹസ്യം കാത്തുസൂക്ഷിക്കുന്ന മരുഭൂമിയുടെ എഴുത്തുകാരി രേഷ്മാ ജഗന്റെ രചനകളുമായി നമ്മൾ അടുത്ത വെള്ളിയാഴ്ച 5 മണിക്ക് വീണ്ടും ഒത്തുകൂടുന്നതുവരെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി സ്നേഹം അറിയിച്ചുകൊണ്ട് MyFM 99.7 നമ്മളാം പൂക്കാലത്തിൻ്റെ ഈ റീഡിംഗ് ടൈം അവസാനിക്കുകയാണ്. ദിസ് ഇസ് MyFM 99.7 നമ്മളാം പൂക്കാലം, അറിവിൻ്റെയും വിനോദത്തിൻ്റെയും പൂക്കാലവുമായി ഒരു കിടിലൻ ആംഗേഴ്സ് ബ്രോഡ്കാസ്റ്റ്. അതേ ഇതൊരു കിടിലൻ മല്ലു വൈറൽ FM MyFM 99.7 നമ്മളാം പൂക്കാലം, ഫസ്റ്റ് ഫാമിലി FM റേഡിയോ ഇൻ ഫേസ്ബുക്ക്.